بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. البر والصلة يطيلان الأعمار ويعمران الديار ويكثران الأموال، وإن كان القوم فجارا وإن البر والصلة ليخففان الحساب يوم القيامة. صدق شفيعنا رسول الله صلى الله عليه وسلم. يا سيد السادات جئتك قاصدا أرجو رضاك واحتمي بهماك، والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنت الذي لما توسل آدم من زلة بك فاز وهو أباك. يا سيد الثقلين يا كنز الغنى جد لي بجودك وارضني برضاك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. ആദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, കാരണവന്മാരെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ സൂറത്തുൽ ഇസ്രായിലെ ഉപദേശ നിർദ്ദേശങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഈ നല്ല മുഹൂർത്തം സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഈ മജ്ലിസ് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് നന്മകൾക്ക് കാരണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ അൽഖമർ സ്ഥാപന സംരംഭങ്ങളെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, സ്നേഹിക്കുന്ന വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാ ആളുകൾക്കും
ഈ മജ്ലിസിന്റെ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ നാമുകമായി പ്രാർത്ഥിക്കുന്നു. ഒരു വിശാലമായ വിഷയത്തിൻ്റെ 2 ഭാഗങ്ങളാണ് ഇന്നലെയും അതിനു മുമ്പും നാം പറഞ്ഞു വച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശ്വസിക്കുകയും അവനു മാത്രം ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങളായ നമ്മോട് വിശേഷിച്ചും മറ്റുള്ളവരോട് മൊത്തത്തിലും പറഞ്ഞ ഒരു സാരോപദേശം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധവും കെട്ടുറപ്പും കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടുകളുമാണ് കഴിഞ്ഞ ദിനങ്ങളിൽ നാം പറഞ്ഞു വച്ചത്. അവരോട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യതകളും ബന്ധങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് മാതാപിതാക്കൾ മുഖ്യമായും പരിഗണിക്കേണ്ട, പ്രധാനമായും പ്രഥമമായും പരിഗണിക്കേണ്ട വിഭാഗമാണ്. അത് കഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും ഐക്യവും ഉണ്ടായിത്തീരാൻ അത്യന്താപേക്ഷിതമായ വലിയ ബന്ധമാണ് കുടുംബബന്ധം എന്നത്. ഓരോ കുടുംബങ്ങളും സ്നേഹത്തോടെയും സഹകരണത്തോടെയും കഴിയുന്നവരാണെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഓരോ നാടുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞേകുന്ന അനുഗ്രഹങ്ങൾ കയ്യും കണക്കുമില്ലാത്തതായിരിക്കും. ആ ഒരു കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്ന പ്രതിസന്ധികളും പരീക്ഷണങ്ങളും എമ്പാടുമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയ കാലം കൊണ്ട് നടത്തിയ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ശിഥിലമായ ബന്ധങ്ങളെ വിളക്കി ചേർത്തെടുത്ത് ഒരൊറ്റ ചരടിൽ അവരെ കോർത്ത് ആർക്കിടയിലും പരസ്പരം പോരുകളോ വിദ്വേഷങ്ങളോ പകകളോ ഒന്നും ഇല്ലാതെ എല്ലാവരെയും അങ്ങ് സഹോദരങ്ങളാക്കി മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹു തആല വലിയൊരു അനുഗ്രഹം ചെയ്തു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ എണ്ണിപ്പറയുന്ന ഒരു സംഭവമുണ്ടായി. അതേറ്റവും കൂടുതൽ തിരിച്ചടിയായത് മദീനയിലെ ജൂതന്മാർക്കാണ്. ആ മദീനയിലെ വിശ്രുതമായ 2 ഗോത്രങ്ങളായിരുന്നു ഔസും ഖസ്റജും. അവരോട് പഴയകാലത്തെ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംഘട്ടനങ്ങളും തെറിയഭിഷേകങ്ങളും കുടുംബ വഴക്കുകളും ബഹിഷ്കരണങ്ങളും എണ്ണിപ്പറഞ്ഞ് വീണ്ടും അവരെ നോവിക്കാൻ ശ്രമിച്ചിരുന്നു യഹൂദികൾ. സൂറ ആൽ ഇംറാനിലൂടെ അല്ലാഹു തആല അത് വിശദമായി പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ് യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ. സത്യവിശ്വാസികളെ, വേദം നൽകപ്പെട്ടിരുന്ന വിഭാഗങ്ങളിൽ നിന്നൊരു വിഭാഗത്തോട് നിങ്ങൾ വിധേയപ്പെടുകയാണെങ്കിൽ, അവർ പറയുന്ന വർത്തമാനങ്ങൾ കേട്ട് ഇനിയും നിങ്ങൾ അനൈക്യത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ
യറുദ്ദൂകും ബഅദ ഈമാനിക്കും കാഫിരീൻ. നിങ്ങൾ ഇപ്പോഴുള്ളത് വിശ്വാസത്തിലാണ്, ഈമാനിലാണ്. യറുദ്ദൂകും ബഅദ ഈമാനിക്കും കാഫിരീൻ. നിങ്ങൾക്ക് നൽകപ്പെട്ട ഈമാനിന് ശേഷം, അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാകുന്ന ഈമാനിന് ശേഷം അവർ നിങ്ങളെ നിഷേധികളായി പഴയ അവസ്ഥയിലേക്ക് മടക്കും. കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു യഹൂദികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെ നിങ്ങൾ എന്നും ഓർക്കണം. നേരത്തെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നും ചിന്തിക്കണം. അതിൽ നിന്നൊക്കെ അല്ലാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തി. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന. അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിങ്ങളെ സഹോദരങ്ങളാക്കി മാറ്റി. നേരത്തെ വകുംതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ. ദുർവിശ്വാസത്തിന്റെയും അനൈക്യങ്ങളുടെയും സംഘട്ടനങ്ങളുടെയും പേരിൽ നിങ്ങൾ നരകത്തിന്റെ വക്കത്തായിരുന്നു. ഫഅൻഖദകും മിൻഹാ. അതിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷിച്ചു. ആ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വഴക്കിനും പോരിനും എത്ര പഴക്കമുണ്ട്. ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത് കാണാം, 120 കൊല്ലത്തെ പഴക്കമുണ്ട്. ഒന്നും രണ്ടും അല്ല. ആ സംഭവങ്ങൾ ഓരോന്നോരോന്നായി ഇബ്നു ഹിശാം തങ്ങൾ അവിടുത്തെ സീറയിൽ പറയുന്നുണ്ട്. രസകരമായ ഒരുപാട് പോരാട്ടങ്ങൾ. ചിലതൊക്കെ നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഇതിനാണോ ഇത്രയും കാലം യുദ്ധം ചെയ്തെന്നൊക്കെ തോന്നും. പോര് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കിടയിലുണ്ട്. ഞാൻ പറയാം, പോര് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആനത്തലയോളം വേണ്ട, കുറച്ചു മതി. അതങ്ങോട്ട് ശരിക്കും മനസ്സിലങ്ങോട്ട് പിടിച്ചാൽ, കറ പിടിച്ചാൽ അത് നീക്കാൻ കഴിയാണ് സഹോദരങ്ങളെ. അതിനാണ് ഇന്നത്തെ വിഷയത്തിൽ പ്രധാനമായും വിശുദ്ധ ഖുർആനിലൂടെ, വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകളിലൂടെ നമ്മുടെ ശ്രദ്ധ ഉണർത്തുന്നത്. 120 കൊല്ലം പഴക്കമുള്ള ആ സംഘട്ടനങ്ങളും അനൈക്യങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞ് നിങ്ങൾ ഓരോട് ഐക്യപ്പെടുക. അവരല്ലേ നിങ്ങളെ വാപ്പയെ പഴയ കാലത്ത് ഇങ്ങനെ ചെയ്തത്, നിങ്ങളെ ഉമ്മാമാനെ അങ്ങനെ ചെയ്തത്, ഓർമ്മല്ലേ നിങ്ങൾ ചെറിയ കുട്ടി അവർ ചെയ്തത്. ജൂതന്മാർ പറയും. ഇത് ഇവർ പറഞ്ഞിട്ട് ആളുകളുടെ മനസ്സിൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിരുന്നത് എങ്ങനെയാ? ഇദ് കുൻതും അഅദാഅ. ഒരേ ബാപ്പയുടെ മക്കളായി വളർന്നു വന്ന നിങ്ങൾ രണ്ട് ഗോത്രങ്ങളായി, അത് സൗകര്യത്തിന് വേണ്ടി. പക്ഷേ ഇദ് കുൻതും അഅദാഅ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. അല്ലാഹു തആല ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. എല്ലാ തഫ്സീറിലും പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു തആല ഇണക്കം തന്നു. ബിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ കൊണ്ടാണ് അല്ലാഹു ഇണക്കിയത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊണ്ട്. എവിടെങ്കിലും ഒന്ന് ശബ്ദരൂപങ്ങൾ ഇങ്ങനെ പൊങ്ങി വന്നാൽ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും, ഞാൻ ഇപ്പറഞ്ഞ വിഷയത്തില് നിങ്ങളെ കുടുംബം വഴക്കിടണ്ടെന്ന് പറയും. അവിടെ അത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ 1, 2, 10 അല്ല, ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് മുനാഫിക്കുകൾ തുടക്കം കുറിച്ച് പലരും പിന്താങ്ങിയ വ്യാജ വാർത്തയുടെ ആ ഒരു സംഭവം. മദീനക്കാരായ അൻസാറുകളെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അഭിപ്രായം ചോദിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഞാൻ ഇങ്ങനെ കേൾക്കുന്നു, ആ വിഷയത്തിൽ നിങ്ങൾ എന്ത് പറയുന്നു? പ്രധാനമായും മദീനയിലെ 2 പക്ഷം, ഔസ് ഖസ്റജ്. ഔസ് ഗോത്രക്കാരിൽ ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു, ഞങ്ങളെ കൂട്ടത്തിൽ നിന്നാണ് അതിന് തിരികൊളുത്തിയ ആളെങ്കിൽ തങ്ങൾ പറയുന്നത് എന്താണോ ഞങ്ങളത് കേൾക്കാം. ഞങ്ങളെ സഹോദരന്മാരുടെ ഖസ്റജ് ഒക്കെ ഒരേ വാപ്പന്റെ മക്കള, അവരെ കൂട്ടത്തിൽ നിന്ന ആളെങ്കിൽ ആളെ ഞങ്ങളിലേക്ക് ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. അപ്പൊ അവരെണീറ്റോട്ട് നിങ്ങളൊരു ചുക്കും ചെയ്യൂല.
ഇപ്പൊ രണ്ടു കൂട്ടരും രണ്ട് ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ ശബ്ദങ്ങൾ ഇങ്ങനെ ഉയർത്തപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇരിക്കും, നിങ്ങൾ പരസ്പരം കലഹിക്കാനല്ല ഞാൻ വിളിച്ചത്, ശബ്ദിക്കാനും അല്ല, ഞാനൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. നിർണായകമായ പല ഘട്ടങ്ങളിലും ഇങ്ങനെ ശബ്ദകോശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഘട്ടം ഘട്ടമായി നിർത്തലാക്കി അവരെ മനസ്സിലേക്ക് നന്മ നിറയുന്ന ഉപദേശങ്ങൾ കൊടുത്ത് കുടുംബം എന്ന കെയർ ഓഫിൽ ഒരു നന്മയും തടയപ്പെടാതെ എല്ലാ കുടുംബക്കാർക്കും എല്ലാവിധ ഖൈറും നന്മയും പുരോഗതിയും ഉണ്ടാകണമെന്ന അർത്ഥത്തിൽ ഏറ്റവും നല്ല കുടുംബബന്ധം സ്ഥാപിച്ചെടുത്ത നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിലൊരംഗം പോലും പിണങ്ങി നിൽക്കാതെ, ഒരൊറ്റ ആള് പോലും വഴക്കിട്ട് മാറി നിൽക്കാതെ, നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ കുടുംബങ്ങളുമായി കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഈ പരുവത്തിൽ ലോകത്തിന് മുമ്പുണ്ടായിട്ടില്ല, ശേഷം ഉണ്ടായിട്ടില്ല. ആ ഒരു സംവിധാനം ലോകത്തിങ്ങനെ കാഴ്ചവെച്ചപ്പോഴാണ് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു ചിന്ത നമ്മൾ ആലോചിക്കണം. 120 കൊല്ലം സംഘടനകളിലായി കഴിഞ്ഞ രണ്ട് വിഭാഗത്തെ ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവരെ ഏകോദര സഹോദരങ്ങളാക്കി. ഒരൊറ്റ മാലയിൽ കോർത്തു. സമ്മാഹുമുൽ അൻസാർ, അവർക്കൊരൊറ്റ പേര് നൽകി, അൽ അൻസാർ എന്ന പേര്. എല്ലാ വിഷയങ്ങളിലും പിന്നെ ഐക്യവും യോജിപ്പുമായിരുന്നു. എല്ലാ ഘട്ടങ്ങളിലും ഒരു വിഷയത്തിലും ഒരു പുറകോട്ട് പോയിട്ടില്ല. ഏതെങ്കിലും തലങ്ങളിൽ കുടുംബവുമായുള്ള വിള്ളലിന്റെ എന്തെങ്കിലും ഒരു അസ്വാരസ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേട്ടാൽ രണ്ട് വീട്ടുകാരെയും തങ്ങൾ വിളിച്ചു വരുത്തി മസ്ലഹത്ത് പറയും. ആ മസ്ലഹത്തിന്റെ ചർച്ച നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് വളരെ ലാഘവത്തോ കാണുന്ന വിഷയമാണ്. വേളക്ക് എല്ലാ വേളയിലും കേൾക്കാൻ പോകും ചില സഹോദരങ്ങൾ സഹോദരിമാര്. കുടുംബാണെങ്കിലോ ഒരു തല മുതൽ മറ്റേ തല വരെ വല്ലാത്ത പിണക്കത്തിലായിരിക്കും. ഒക്കെ ഒരേ ഒരു 40 സെന്റിൽ കഴിയുന്നവരാണ്. ഈ 40 സെന്റിൽ കഴിയുന്ന അടുത്ത ബന്ധുക്കൾ പരസ്പരം മുഖത്തോടൊരു മുഖം നോക്കി പുഞ്ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാ വാള്, എന്തിനാ ദിക്റ്, എന്തിനാ സ്വലാത്ത്, എന്തിനാ ഖുർആനോത്ത്, എന്തിനാ പ്രാർത്ഥനാ സമ്മേളനം? കുടുംബവുമായി പിണങ്ങിക്കഴിയുന്ന വിഷയം ചെറുതല്ല. കുടുംബത്തോട് പിണങ്ങിയവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്. സൂറത്തു മുഹമ്മദിൽ ഓതാം നിങ്ങൾക്കത്. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർള് വതുഖത്തിഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്. എന്റെ സദസ്സ് ശ്രദ്ധിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കുടുംബ ബന്ധം ശിഥിലമാക്കിയ മുറിച്ച ആളുകളെ പറ്റി അല്ലാഹു പറഞ്ഞത് ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, അവരല്ലാഹു ശപിച്ച വിഭാഗമാണ്. ഫഹൽ അസൈതും മിൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ കുഴപ്പത്തിന്റെ പ്രധാനപ്പെട്ട കാരണം വതുഖത്തിഉ അർഹാമകും, നിങ്ങളെ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഛിന്ന ഭിന്നമാക്കുന്നു. ഒരേ രൂപത്തിലാണ് ഒരു കുടുംബം, ഒരു ഗോത്രം കഴിയുന്നതെങ്കിൽ ആ കുടുംബത്തിൽ ഇസ്ലാമികമായുള്ള ചുറ്റുപാട് മാത്രമാണെങ്കിൽ അധർമ്മങ്ങൾ ആ കുടുംബത്തിലേക്ക് കടന്നു വരില്ല. ഒരാളും അതിന് സമ്മതിക്കില്ല. ബിദ്അത്തിന്റെ കറകൾ ആ കുടുംബത്തിലേക്ക് വരില്ല. അധർമ്മികൾ ആ കുടുംബത്തിന്റെ ഒരു തലയിലും വന്ന് വാഴില്ല. പക്ഷേ ഛിന്ന ഭിന്നമായി പോയപ്പോ ഓരോരുത്തരും അവനവന്റെ തീരുമാനം വെച്ച് മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഒരു കുടുംബത്തിൽ ഒരിക്കലും വന്നു ചേരാൻ പാടില്ലാത്ത, ചിന്തിക്കാത്ത അത്രയും താന്തോന്നികളും അധർമ്മികളും ബിദ്അത്തുകാരും വിശ്വാസമില്ലാത്തവരും യുക്തിവാദികളും വന്നു ചേർന്നു പോയി. ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, ഈ ബന്ധം മുറിച്ചവർ അല്ലാഹു ശപിച്ചവരാണ്. ഞാൻ അർത്ഥം മാറ്റിയിട്ടില്ല, നിങ്ങൾ തന്നെ അർത്ഥം വെച്ചോളൂ. ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്. നമുക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് വേണോ, അല്ലാഹുവിന്റെ തൃപ്തി വേണോ? അല്ലാഹുവിന്റെ ശാപം വേണോ, അല്ലാഹുവിന്റെ തൃപ്തി വേണോ? ഇനി ആയത്ത് മറ്റൊരു വഴിക്ക് വ്യാഖ്യാനിക്കേണ്ട ഉസ്താദേ, ഇതൊക്കെ കാഫിരീങ്ങളെ പറ്റി പറഞ്ഞതല്ല. അല്ല,
എല്ലാ മനുഷ്യന്മാരോടുമാണ് അല്ലാഹു തആല പറയുന്നത്. പ്രധാനമായും മുസ്ലിങ്ങളോടാണ് അല്ലാഹു പറയുന്നത്. വിജയികളെ പറ്റി പറഞ്ഞ ഖുർആനിലെ മുഴുവൻ ലക്ഷണങ്ങളിലും കുടുംബബന്ധം ചേർക്കുക എന്നൊരു വിഷയം അല്ലാഹു എണ്ണി പറയുന്നുണ്ട്. ഒരു സ്ഥലത്തല്ല, സൂറത്തുർ റഅദ് എടുത്ത് പരിശോധിച്ചു നോക്ക്. വിശ്വാസികളുടെ 8 അടയാളങ്ങൾ അവിടെ എണ്ണുന്നുണ്ട്. അതിൽ ഒന്ന്, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. ബന്ധം പുലർത്താൻ അല്ലാഹു കൽപ്പിച്ച എല്ലാ തലങ്ങളിലെയും ബന്ധങ്ങൾ സുദൃഢമാക്കി മുന്നോട്ട് നീങ്ങുന്നവർ. ഒറ്റയാനായി കഴിയുന്നവർ എത്ര പേരുണ്ട്? വിട്ടുവീഴ്ച ചെയ്യാൻ എത്രത്തോളം കഴിയുമോ അത്രത്തോളം നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കണം. ഇത് ഞാൻ പറയുമ്പോ ചിലരൊക്കെ ചിന്തിക്കൂ, ഉസ്താദേ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ കറപുരലാത്തവരാണ്. 2 ഭാഗവും ശ്രമിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വക്കൽ നിങ്ങൾക്ക് എഴുതുറ് പറയാം. അതേ സമയത്ത് പിൻവാതിലൂടെ ചരട് വലിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനായി വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയില്ല. കുറച്ചൊക്കെ വേണമെങ്കിൽ നോക്കാം. മലക്കുകളുണ്ട്, ഹഫദത്തിന്റെ മലക്കുകളുണ്ട്, ഭൂമിയുണ്ട്, ആകാശമുണ്ട്, പ്രതലങ്ങളുണ്ട്. നമ്മുടെ ഭാഗങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. കഴിവിന്റെ പരമാവധി വിട്ടുവീഴ്ചക്ക് നിന്നുകൊടുത്തിട്ടുണ്ട്. പക്ഷേ മറുഭാഗം അതിന് തയ്യാറല്ല. ഒരു മുറുക്ക് അനക്കാനോ അളക്കാനോ തയ്യാറല്ല. നമ്മുടെ ഐശ്വര്യം മാത്രമല്ല ബന്ധപ്പെട്ട് കിടക്കുന്നത്, ആയുസ് മാത്രവുമായി ബന്ധപ്പെട്ടല്ല, കുടുംബ തലങ്ങളിൽ വരെ, ഭവനങ്ങളിൽ വരെ ഏറ്റവും നല്ല സജീവതയും ഏറ്റവും നല്ല സന്തോഷവും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അതിനേറ്റവും നല്ല വിഷയമാണ് കുടുംബ ബന്ധം ചേർക്കൽ. നിസ്സാര പ്രശ്നത്തിന്റെ പേരിലാണ്, അല്ല വലിയ പ്രശ്നത്തിന്റെ പേരിലാണ് പിണങ്ങിക്കഴിയുന്നതെങ്കിൽ ആയത്തിന്റെ തഫ്സീറിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാൻ ഒന്ന് പറയട്ടെ. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുടുംബക്കാർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്, സ്വഹാബത്ത് മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവരെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ, നമ്മൾ പറയാറുണ്ടല്ലോ ആരെ സ്നേഹിക്കുന്നത്, അവരെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ, അവരെ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അവരെ കൂടെ ആഖിറത്തിൽ കൂടാനാണ് പ്രാർത്ഥന നടത്തുന്നതെങ്കിൽ അവരുടെ വഴി സ്വീകരിക്കണം. ആഗ്രഹം മാത്രം പോരാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്, തർക്കമില്ല. തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഈ ഉമ്മത്തിൽ ഇഷ്ടമാരെയാണ്? ഖുലഫാഉൽ അർബഅത്തിനെയാണോ? ആണ്. അവർക്ക് നീറിപ്പുകയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വിട്ടുവീഴ്ച കൊടുത്തു. അതൊക്കെ വിട്ടുവീഴ്ച കൊടുത്തിട്ടുണ്ടോ? എന്താ ഞാനും വിട്ടുവീഴ്ചക്ക് തയ്യാറാണ് എന്ന ഒരു മനസ്ഥിതിയിലൂടെയാണോ കെട്ടേക്കുന്നത്? സുഹൃത്തെ, അവരെ പിന്നാലെ എത്താം, അവരെ കൂടെ നടക്കാം, അവരെ കൂടെ ഒരുമിച്ച് മോഹം മാത്രം പോരാ, പ്രാർത്ഥന മാത്രം പോരാ, സ്വലാത്തും മദ്ഹും മാത്രം പോരാ, പ്രവർത്തനവും കൂട്ടത്തിൽ വേണം. അടുത്ത ബന്ധങ്ങളൊന്ന് കൂട്ടി വെക്കി, എല്ലാവരും ഒന്നും ഇങ്ങോട്ട് ചിന്തിക്ക്, മനസ്സെല്ലാവരും ഇങ്ങോട്ട് തിരി. കുറച്ചു നേരം അടുത്ത ബന്ധുക്കളൊന്ന് കൂട്ടി വെക്കി. ഞാൻ എൻ്റെ അടുത്ത ബന്ധുക്കളെ ധൈര്യമായിട്ട് മുന്നിൽ കൊണ്ടുവരാം. നമുക്ക് ഈ വിഷയം പറയുന്നതിൽ ഏതായാലും സന്തോഷമുണ്ട്. എല്ലാ വിഷയങ്ങളും ഒരു വിഷയം പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒരു കുടുംബമായിട്ടൊരു പിണക്കില്ല, ഈ പിണങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ പിണങ്ങിയാൽ അവരോട് അസ്സലാമു അലൈക്കും അങ്ങോട്ട് പറയണം, അതിനെന്തോ വല്ല കുറവുണ്ട്? ആ അസ്സലാമു അലൈക്കും ഞാൻ പറഞ്ഞാലും മുമ്പും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ ശേഷം തന്നെ മാറ്റല്ലല്ലോ. മുമ്പ് ഒരു സലാമു അലൈക്കും അങ്ങോട്ട് പറയുമ്പോൾ താന്നുകൊണ്ട് എന്തോ കുറഞ്ഞു പോയോ? എൻ്റെ ശരീരത്തിൽ നിന്ന് വല്ലതും വീണുപോയോ? എൻ്റെ സമ്പത്തെല്ലാം കുറഞ്ഞു പോയോ? മാനം വല്ലതും കുറഞ്ഞു പോയോ? ഞാനെങ്ങനെ അങ്ങോട്ട് പോയി സലാം പറയാം? അയാൾ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളല്ലേ, ഇങ്ങോട്ട് വരട്ടേന്ന്. എന്നെക്കാളും സമ്പത്ത് കുറഞ്ഞ ആളല്ലേ, ഞാനല്ലേ എളാപ്പ, അയാള് എൻ്റെ അഞ്ചൻ്റെ മോനല്ലേ, ഇങ്ങോട്ട് വരട്ടെ. ഈ വിഷയത്തിൽ ആ ഒരു ഭാഗം മാറ്റിവെക്കണം. എന്തിന്? നമ്മുടെ ഈ ബന്ധത്തിന്റെ വില എന്താ? നമ്മൾ ഈ ചേർക്കാൻ പോകുന്ന ബന്ധം എന്താണ്? കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നിങ്ങൾ നോക്ക്, എത്രയാണ് വിശുദ്ധ ഇസ്ലാം അതിന് പ്രാധാന്യം കൽപ്പിച്ചത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സ്വഹാബിമാർക്ക് മദീനക്കാരായ അൻസാറുകൾ അവരുടെ സ്വത്തിൽ നിന്ന് വിഹിതം കൊടുത്തിരുന്നു, അനന്തര വിഹിതം. അല്ലാഹു തആല പറഞ്ഞു, അതിനേക്കാളും വലിയ ബന്ധം വഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ലാഹ്. ആ വിഷയമോട് തിരുത്തി. ഇനി മുഹാജിറുകൾക്കൊന്നും നിങ്ങൾ അനന്തരം കൊടുക്കണ്ട. നിങ്ങളെ കുടുംബക്കാരില്ലേ, ബന്ധുക്കള്, ഈ അനന്തര സ്വത്തിന് അവകാശമുള്ളവർ, അവരാണ് ഏറ്റവും കൂടുതൽ ആ അനന്തര സ്വത്തിന് പരിഗണിക്കേണ്ടത്. അവർക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. എന്തേ കാരണം? മറ്റുള്ളവർ ഈമാനിൽ സഹോദരങ്ങളാണ്. ആ ഒരു സ്നേഹം കൊണ്ടാണ് ഇതുവരെ കൊടുത്തിരുന്നത്. പക്ഷേ അതിനേക്കാളും വലിയ വിലയാണ് സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾക്ക്. അന്നൊരു ബാപ്പ മരണപ്പെട്ടാൽ ഒരു ബന്ധവുമില്ലാത്ത ആളാണ് ഈ മുഹാജിറായ സ്വഹാബി. ഈമാനികമായ ബന്ധമുണ്ട്, കുടുംബ ബന്ധമൊന്നുമില്ല, പക്ഷേ സ്വത്തിനൊരു വിഹിതം കൊടുത്തിരുന്നു. പിന്നെ ആ നിയമം ദുർബലപ്പെട്ടു പോയി. ആദ്യകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അവിടെയും പരിഗണിച്ചത്, മുന്നോട്ട് വെച്ചത് കുടുംബ ബന്ധം എന്നതാണ്. ഒരു ബാപ്പയുടെ 4 മക്കൾ 5 മക്കൾ കൂട്ടിക്കോളും. നമ്മളൊക്കെ നമ്മുടെ സഹോദരങ്ങളെ, ബാപ്പയിലൂടെയും ഉമ്മയിലൂടെയും ഉള്ള അടുത്ത ബന്ധുക്കളെ, അതുപോലെ സഹോദരിമാരെയും ആണും പെണ്ണുമായിട്ട് നമ്മളിലേക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളെ, വിവാഹബന്ധം നിഷിദ്ധരായ സ്ത്രീകളെയും അവരുമായി ബന്ധപ്പെട്ടുള്ള ബന്ധുക്കളെയും ഒന്ന് വിലയിരുത്തി നോക്കൂ. അകന്ന ബന്ധങ്ങൾ അവിടെ നിൽക്കട്ടെ, അടുത്ത ബന്ധത്തിൽ വരെ വിള്ളലാണെങ്കിലും കൂടുതൽ അസ്വാരസ്യങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നാലും സഹിക്കാനും ക്ഷമിക്കാനും ത്യജിക്കാനുമുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഞാനതിന് ഒറ്റ കാര്യം പറയട്ടെ, ഉദാഹരണമായിട്ട്, അത്ര വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്കുണ്ടായി എന്ന് വരില്ല. ലോകത്തെ വലിയ വലിയാണല്ലോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനേക്കാളും വലിയൊരു വലിയനെ പറയാനില്ല. ഔലിയാക്കളിലെ ഏറ്റവും മഹത്വമുള്ള മഹാൻ, അംബിയാ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനമുള്ള മഹാൻ, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്. എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനൊരു മുഖവുര കേൾക്കാറില്ലേ നിങ്ങൾ? അംബിയാഇന് ശേഷം മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ട വ്യക്തിത്വം ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടമായ ഒരവസ്ഥയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ സംഭവം. ഇഫ്ക് എന്ന് പറയും, വ്യാജ വാർത്ത. ആ സംഭവത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് മുനാഫിക്കുകളും മറ്റും അത് പറഞ്ഞു വരുത്തിയപ്പോ അവരാ നുണപ്രചരണം കേട്ട് ചിരിച്ച കൂട്ടത്തിൽപ്പെട്ട ആളാണ് മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു.
ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ ഉമ്മയുടെ സഹോദരിയുടെ മകളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ ഉമ്മയുടെ സഹോദരിയുടെ മകനാണ് മിസ്തഹ് ഇബ്നു ഉസാസ് റളിയല്ലാഹു അൻഹു. ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനും ഉമ്മാക്കും ചെലവ് കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, മറ്റു ചെലവുകളൊക്കെ കൊടുക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണത്തിലാണ് അവർ കഴിയുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള വാർത്തയിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹുവും കുടുങ്ങുന്നത്. മറ്റുള്ളവർ പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്തതാണ്, ഒന്ന് ചിരിച്ചു പങ്കെടുത്തതാണ്. സത്യത്തിൽ അവർ പറഞ്ഞു പ്രചരിപ്പിച്ചതോ മറ്റൊരാളോടോ പറഞ്ഞതോ അല്ല. അങ്ങനെയാണ് ഒരു വിഷയത്തിൽ മെമ്പറാകാൻ അത്ര മതി. ഒരാൾ പറയുന്ന ഗീബത്തിലെ നമുക്കൊരു പങ്ക് കിട്ടാൻ അത്ര മതി. എന്ത്? ഒരു ചിരി, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിനൊരു തലയാട്ടം, അത്ര മതി. നമ്മൾ എന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ചിരിച്ചു കൊടുത്ത്? സമ്മതമായിട്ടല്ലേ? എന്തിനാ തലയാട്ടിക്കൊടുത്ത്? നിനക്കത് അംഗീകാരം ഉണ്ടായിട്ടല്ലേ? പറ്റൂലെങ്കിൽ നിനക്ക് നീച്ചു പോയ പോരെ, അല്ലെ ഇവിടെ പറയണ്ട, ഇവിടെ പോയിക്കോളൂ പറഞ്ഞാ പോരെ. എന്തിനാ അത് അംഗീകാരത്തിന്റെ രൂപം ഉണ്ടായത്? അത്ര മതിയല്ലോ, ആ ഒരു രൂപഭാവം മതിയല്ലോ. ആ വിഷയത്തിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹുവും ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും ഈ പ്രഗൽഭന്മാരായ ആളുകൾക്കൊക്കെ ഇസ്ലാമിന്റെ ശിക്ഷയായ ഹദ്ദ് കിട്ടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹു കുടുങ്ങിയെന്ന് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമം. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് ആലോചന വരുന്നില്ലേ? സ്വന്തം മകന്, നിങ്ങളൊരു സ്വന്തം മകനെ കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠന്റെ അനുജന്റെ മോനെ കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളെ ഉപ്പാന്റെ ഉമ്മാന്റെ ഏതെങ്കിലും വകുപ്പിൽ അടുത്തൊരു ബന്ധമുള്ള ഒരാളെ കൂട്ടിക്കോളൂ. നിങ്ങളെ മകളുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്നൊരു വിഷയത്തിൽ അയാൾ മെമ്പറാണെന്ന് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളെ മനസ്സിൽ എത്ര വിഷമം ഉണ്ടാവും മനസ്സിൽ? പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിന്റെ ഉള്ളിലിരിക്കോ, അതോ നിങ്ങൾ അയാളെ കണ്ട് തേടി പിടിച്ചിട്ട് ബാക്കിയുള്ള പ്രതികാരം കിട്ടാന്നൊക്കെ എന്തായിരിക്കും ചിന്ത? അയാളെ പറ്റി വല്ല ദുഷ്പേരുണ്ടോ എന്ന് ചിന്തിച്ച് നടക്കും പലരും. അതെങ്കിലും പരത്തിയിട്ട് വേണം അയാളെ ഒതുക്കി നിർത്താൻ. സങ്കടം കൊണ്ടാ ഈ പ്രതികാര ബുദ്ധിയൊക്കെ വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മിസ്തഹ് റളിയല്ലാഹു അൻഹുവോടും ഉമ്മാനോടും, നിങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിൽ നിന്ന് പോകണം, നിങ്ങൾക്കിനി ഞാൻ ചെലവ് തരില്ല. സങ്കടമല്ലേ സഹോദരങ്ങളെ? ആരാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ? എത്രമാത്രം വലിയ മഹത്വമുള്ള മഹദിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾപ്പെട്ട മഹദിമാര് പലരും വന്ന് റെക്കമെൻഡ് ചെയ്യുന്നു, നബിയേ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഹദിയ കൊണ്ടുവരുന്ന ആളുകളോട് തങ്ങൾ ഏത് വീട്ടിലാണോ ആ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരാൻ പറയണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മാത്രമാക്കരുത് എന്ന് പറയണം. എങ്ങനെ? ആളുകൾ ഹദിയ കൊണ്ടുവരും, പാല്, ഈത്തപ്പഴം, വസ്ത്രങ്ങൾ, അങ്ങനെ പലതും തങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരും. പക്ഷെ ഇതൊക്കെ കൊണ്ടുവരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് അന്നേ കൊണ്ടുവരും. അതിന്റെ മുമ്പ് ശേഷമൊന്നുമില്ല. അപ്പൊ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ അഭിപ്രായമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരൊന്ന് ചോദിക്കാം തങ്ങളോട്, ജനങ്ങളോടൊന്ന് പറയണം ഈ ഹദിയകളൊക്കെ. എന്നാ അത് ആയിഷ ബീവിന്റെ വീട്ടിൽ ഇങ്ങനെ വെക്കല്ല, അത് അപ്പോൾ തന്നെ വൈകാതെ സപ്ലൈ ചെയ്യും അങ്ങോട്ട് എല്ലാവരുടെ വീട്ടിലേക്കും, ബാക്കി 8 ആളെ വീട്ടിലേക്കും. ഇനിയും ബാക്കിയുണ്ടോ? എന്നാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ബന്ധുക്കളുണ്ടല്ലോ അവർക്ക് കൊടുത്തേക്കും. കിട്ടുന്ന ഹദിയൊക്കെ ഇങ്ങനെ കൊടുത്തേക്കാനാണ്, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നല്ല, ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യില്ല, ഒക്കെ കൊടുത്തേക്കും. പക്ഷെ അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പറഞ്ഞാണ്, നമ്മുടെ ഉമ്മമാര് പറഞ്ഞാണ് ഒരു അഭിപ്രായം. തങ്ങളോടും ചോദിച്ചതാണ്. ഹദിയ കൊണ്ടുവരുന്നോട് ഇന്നിപ്പോ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു, ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് അയാളിപ്പോ ആയിഷ ബീവിന്റെ വീട്ടിൽ എന്താണ് ഇങ്ങനെ അന്വേഷിക്കണ്ട, അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കണ്ട. എന്താ തങ്ങളുടെ മറുപടി? ലാ തുഅ്ദിയന്നി ലാ തുഅ്ദൂനനി ഫീ ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ ഇടങ്ങേറാക്കരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ എന്നെ നിങ്ങൾ ശല്യം ചെയ്യരുത്. നിങ്ങളുടെ ആരുടെ കൂടെ ഞാൻ പുതപ്പിട്ട് കിടക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഹി നൽകിയിട്ടില്ല.
അള്ളാഹു അങ്ങനെ അവസ്ഥയിൽ എനിക്ക് വഹി നൽകിയത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടക്കുമ്പോഴാണ്. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തില് എനിക്ക് ഇടങ്ങേറാകുന്ന ബുദ്ധിമുട്ടാകുന്ന ഒന്നും നിങ്ങളുടെ പക്കൽ നിന്ന് ഉണ്ടാകരുത്. തങ്ങൾ കൊടുത്ത മറുപടിയാണ്. ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ പുതപ്പിട്ട് കിടക്കുമ്പോ എത്ര വഹിയാണ് എനിക്ക് വന്നത്, എന്തെല്ലാം വിശേഷങ്ങളുമായിട്ടാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. അപ്പൊ ആ ഒരു വീടിന് മഹത്വം വേറെയുണ്ട്, ആ ഒരു സമ്പർക്കത്തിന് പ്രാധാന്യം വേറെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇങ്ങനൊന്ന് പരിഗണിക്കുന്നത്. അതുകൊണ്ട് എന്നെ വിഷമിപ്പിക്കല്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അത് സമ്മതിച്ചു, അംഗീകരിച്ചു. ഞാൻ ആ മഹത്വത്തിൽ നിന്ന് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. സഹോദരങ്ങളെ, ഒരൊറ്റ വിഷയത്തിൽ തന്നെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 10 മഹത്വങ്ങൾ തന്നിട്ടുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒരാൾക്കും അല്ലാഹ് നൽകാത്ത മഹത്വങ്ങൾ 10 എനിക്ക് തന്നിട്ടുണ്ട് എന്ന് വിശദീകരിക്കുന്ന ഹദീസ് കാണാം. അതിൽ മഹദി പറഞ്ഞല്ലോ, ഈ ലോകത്ത് നിന്ന് അവസാനമായി തങ്ങൾ വിടവാങ്ങുമ്പോ എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരുമാണ് ഒരുമിച്ച് കൂടിയത്. അത് മറ്റൊരു മഹദിക്കും അല്ലാഹ് നൽകിയിട്ടില്ല. എന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പരിസരത്തു കൂടെ പോയി. തങ്ങൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് നോക്കുന്നു. എന്റെ സഹോദരന്റെ കയ്യിൽ ഒരു അറാഖിന്റെ കൊള്ളിയുണ്ട്, മിസ്വാക്കുണ്ട്. നോട്ടം അങ്ങോട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, മിസ്വാക്ക് ചെയ്യണമെന്നുണ്ടോ നബിയെ? തങ്ങൾ തലയാട്ടി. ഞാൻ ആ മിസ്വാക്ക് സഹോദരനിൽ നിന്ന് വാങ്ങി. എന്നിട്ട് എന്റെ നാവിൽ വെച്ച്, എന്റെ ചുണ്ടിൽ വെച്ച്, എന്റെ പല്ലിൽ വെച്ച് ഒന്ന് ചവച്ചരച്ചു. എന്റെ ഉമിനീരതിൽ പകർന്നല്ലോ. ഒന്ന് മിസ്വാക്ക് ചെയ്യാൻ ഒരു സോഫ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് ചവച്ചരച്ച മിസ്വാക്ക് കൊണ്ട് തങ്ങളെ ഞാൻ ഒന്ന് മിസ്വാക്ക് ചെയ്തു. എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരുമാണ് അവസാനം ഒരുമിച്ചത്. അത് അല്ലാഹു എനിക്ക് തന്ന ഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഈ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയാണ്, വലിയ മഹത്വമുള്ള മഹദിയെ പറ്റിയാണ്. അതാ മിസ്തഹ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് കുടുങ്ങിപ്പോയത്. ബോധപൂർവം അവർ പറഞ്ഞതല്ല, പക്ഷേ വിഷയം ചെറുതല്ലല്ലോ, ഗൗരവമുള്ളതല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സങ്കടം സഹിക്കവയ്യാഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് പോകണം, നിങ്ങൾക്കുള്ള ചെലവ് ഞാൻ നിർത്തിക്കളഞ്ഞു. ഇതിപ്പോ നമ്മക്ക് തെളിവാണ്. എന്തിന്? ബഹിഷ്കരിക്ക, ഒഴിവാക്ക, അങ്ങനെ ഒരു ടച്ച് വേണ്ട, ബന്ധം വേണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തില്ലേ? ഇതിന്റെ ഒരു മറുപക്ഷം ഞാൻ പറയുന്നു, അതുകൂടി ശരിക്കും മനസ്സിരുത്തി കേൾക്കണം. അപ്പൊ ഇങ്ങനെ അറുത്ത് നിൽക്കുന്ന കുറെ എണ്ണം ഉണ്ടാവും. അങ്ങോട്ട് പോയിട്ട് കൊല്ലത്രയായി, അവിടെ പോയിട്ട് അങ്ങോട്ട് കണ്ടിട്ട് ആൾക്ക് മുഖം കൊടുത്ത് സലാം പറഞ്ഞിട്ടൊക്കെ കാലങ്ങൾ കുറേയായി. എവിടെ? തൊട്ടടുത്ത വീട്. ആരെ വീട്? എളാപ്പാന്റെ വീട്. എന്താ അങ്ങോട്ട് പോകാത്തത്? എളാപ്പ ശരിയില്ല, നിങ്ങൾ ശരിയുണ്ടോ? ഞാൻ നല്ലോ ശരിട്ടു. എളാപ്പക്ക് എന്താ കുഴപ്പം? എളാപ്പ അന്ന് ചീത്ത പറഞ്ഞത്. അങ്ങനെ ചീത്ത പറയേണ്ട ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? അതിന്റെ ചീത്ത പറയണം. ഇനി ചീത്ത പറഞ്ഞ് നിങ്ങളെ ഗുണദോഷിക്കാനാണോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം കൂടിപ്പോയ ചീത്ത പറഞ്ഞേര് പുറത്തു കൊടുക്കണം. അല്ല എന്താ? ഏതായാലും മൂത്ത ആളല്ലേ, ഞാൻ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു. അതിൽ നിങ്ങൾക്കൊരു വിഷമം വേണ്ട, അപ്പൊ എനിക്കൊരു വിഷമമില്ല, അല്ലാഹ് നമുക്ക് പുറത്തു തരട്ടെ. എന്താ ഇപ്പൊ കുഞ്ഞു ഉള്ളത്? എന്താ ഇപ്പൊ നമ്മൾ ഇന്ന് തീർന്നു പോകാനുള്ളത്? മനസ്സ് സമ്മതിക്കണ്ടേ? അതാണ് കട്ടി മാറുന്നത്. റമളാനൊക്കെ ആകുമ്പോ പലരും പറയും, മരിച്ചിട്ട് പറഞ്ഞിട്ട് മാറാത്തതിന് റമളാൻ മറ്റും മാറും. മുമ്പ് അങ്ങനെ ഒരു പണക്കുണ്ടായിട്ട് ഒരു സഹോദരൻ മരിച്ചു. കാര്യം കേട്ടാ മതി, നാടൻ ചോദിക്കരുത്. അപ്പൊ അയാളും അയാളുടെ ജ്യേഷ്ഠനും തമ്മിൽ വല്ലാത്ത പ്രശ്നമായി. അപ്പൊ ജ്യേഷ്ഠ അയാളത്തിൽ അനിയൻ മരിച്ചു. ജ്യേഷ്ഠനോട് പറഞ്ഞൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താലും മരിച്ചില്ലേ, ആളേതായാലും മരണപ്പെട്ടു പോയില്ലേ, ഖബറിലേക്ക് വെക്കാൻ പോവല്ലേ, നല്ലൽക്ക് അവിടെ കിടക്കണ്ടേ, നിങ്ങൾക്കും മരിക്കാളല്ലേ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ കൂട്ടത്തിൽ പറഞ്ഞു, മരിച്ചിട്ടല്ലേ ഉള്ളൂ, ബഷറിലെത്തിയിട്ടില്ലല്ലോ. ഇങ്ങനെ ഉണ്ട്. നമ്മളെ കട്ടിയുള്ള മനസ്സാണത്. മരിച്ചിട്ടല്ലേ ഉള്ളൂ. സ്വന്തം രക്തത്തിന്റെ ബാക്കി അനുജനാണ് കിടക്കുന്നത്. അനുജനും ജ്യേഷ്ഠനും തമ്മിൽ വലിയ പ്രശ്നമായിരുന്നു, നാട്ടുകാർക്കൊക്കെ അറിയാം. അപ്പൊ കുറച്ചാൾക്കാർ വന്ന് മുതിർന്നിട്ട് ആ ജനാസ എടുക്കാൻ പോകല്ലേ, മയ്യത്ത് നിസ്കരിച്ച് അതിന് സ്വസ്ഥായി കടന്നൂടെ. ആ നിലക്ക് കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, പുറത്തു കൊടുത്താളി, ഏതായാലും ഓനെ നിങ്ങൾക്ക് പറ്റിയില്ലേ, ഇങ്ങോട്ട് പറയാനൊക്കെ പല ശ്രമിച്ചിരുന്നു, പക്ഷെ നേരം കിട്ടാത്തോണ്ടല്ലേ. മരിച്ചു കഴിഞ്ഞൊരു സുഹൃത്ത്. അപ്പൊ ഇയാളെ ഭാഷ എന്താ? മരിച്ചിട്ടല്ലേ ഉള്ളൂ, മഷറിലെത്തിയിട്ടില്ലല്ലോ.
അങ്ങനെയുണ്ട് കട്ടി. ഈ കട്ടിയാ കുറേണ്ട് സഹോദരങ്ങളെ. ഇതിനാ വാല് പറയണത്, ഇതിനാണ്. അല്ലാതെ ഞാനും മജ്‌ലിസിൽ വന്നു പറയാൻ ആരും വരണ്ട. ഉമ്മമാരെ, ഈ കട്ടിയാണ് മനസ്സിൽ നിന്ന് മാറേണ്ടത്. ഈ ദുരുദ്ദേശമാണ് മാറേണ്ടത്. സ്വന്തം സഹോദരിയോട്, സ്വന്തം സഹോദരന്റെ സഹോദരിയുടെ മക്കളോട് പിണങ്ങിയിട്ട് കാലം എത്രയായി? അമ്മായും ഒരു കാര്യം പറഞ്ഞിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട് കാലം എത്രയായി? നിസ്കാരം, നോമ്പും, ഖത്മുൽ ഖുർആനും 96 നോമ്പും സജീവമാണ്. അതിനൊന്നും ഞാനൊരു തകരാറ് പറയുന്നില്ല. പക്ഷേ ഹൃദയത്തിന്റെ ഒരു ആത്മബന്ധമുണ്ടല്ലോ, കുടുംബ ബന്ധം, ആ ഒരു വിഷയത്തിലെ വിട്ടുവീഴ്ച കുറവുണ്ട്. അത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇഖ്ലാസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഖൽബ് നന്നാകണമെന്നുണ്ടോ? ഉള്ള ജീവിതത്തിൽ ഇനിയും അല്ലാഹു തആല സമൃദ്ധി തരണമെന്നുണ്ടോ? ആ അറ്റുപോയത് വിളക്കി ചേർക്കണം. അവിടെ അഡ്ജസ്റ്റ്മെന്റിന് വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്. നന്നാകാൻ വേണ്ടി ശ്രമിക്കണം. അതിനെത്ര മുന്നോട്ട് പോകേണ്ടി വന്നാലും, എത്ര താഴ്ന്നു നിൽക്കേണ്ടി വന്നാലും നമുക്കൊരു വിഷമവും തോന്നിക്കൂടാ. സ്വഹാബത്ത് സ്വീകരിച്ച ശൈലി എങ്ങനെയാണ്? മഹാന്മാരൊക്കെ സ്വീകരിച്ച ശൈലി എങ്ങനെയാണ്? വിട്ടുവീഴ്ചയാണ് അവർ പരിഹാരമായി കണ്ടത്. അത് അന്നത്തെ ഒരു തലമുറക്ക് മാത്രമുള്ളതല്ല, മുസ്ലിങ്ങളായ നമുക്കൊക്കെ ഉള്ളതാണ്. അഫ്ളലു അഖ്ലാഖിൽ മുസ്ലിമീന അൽ അഫൂ. മുസ്ലിങ്ങളെ സ്വഭാവങ്ങളിൽ ഏറ്റവും മികച്ച സ്വഭാവം അൽ അഫൂ, വിട്ടുവീഴ്ചയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്? മഹാനുഭാവൻ പള്ളിയിലേക്ക് വന്നു തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വന്നാണ്. വീട്ടിൽ നിന്ന് വന്നാണ്. സുബിയാൻ കൊടുത്തില്ല, കുറച്ച് മുമ്പാ. അപ്പൊ 2 മുത്തഅല്ലിമീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റുണ്ടായിട്ട് ഒരാൾ മറ്റൊരാളോട് ഇനി എന്നെ രാവിലെ കാണിച്ചു തരാന്ന് പറഞ്ഞ് കിടന്ന. രണ്ടാൾ 2 ഭാഗത്ത് കിടന്നിട്ടുണ്ട്. ഓലെന്തോ തർക്കം കൂടിയതാണ്. അഹ്മദ് കബീർ ഫാറുള്ളാന്റെ ശിഷ്യന്മാരാണ്. ഈ തർക്കം കൂടിയിട്ട് രാവിലെ എഴുന്നേക്കുമ്പോഴേക്ക് 2 കൊടുക്കണം എന്നുള്ള നിയ്യത്തിലാണ് ഓരോരുത്തരും കിടന്നത്. അങ്ങനെ ഒരാൾ എണീറ്റ് നോക്കുമ്പോൾ രൂപം ഇങ്ങനെ വരുന്നു. ഇതായിരിക്കും മറ്റാളെന്ന് കരുതിയിട്ട് 4 അങ്ങോട്ട് തല്ലിയിട്ട് തിരിച്ചു തല്ലണമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, ഇതെന്ത് ഇങ്ങനല്ലല്ലോ? ഇന്നലെ രാത്രി എന്തൊരു ഉശിരുണ്ടായിരുന്നു, പറയുമ്പോഴൊക്കെ എന്ത് ഊക്കേണ്ടത് ചങ്കൂറ്റ്, എന്താ തിരിച്ചു തല്ലാത്ത? ഏതായാലും നല്ലോണം കൊടുത്ത്. ഓനെ അടിക്കാൻ കഴിയാത്തോണ്ടായിരിക്കും, ചിലപ്പോ തിരിച്ചെന്തോ തല്ലാൻ കഴിയാത്തോണ്ടായിരിക്കും എന്നുള്ള സമാധാനത്തിൽ നിന്നു. കുറച്ചു കഴിഞ്ഞ് വെളിച്ചം വന്നപ്പോഴല്ലേ മനസ്സിലായത്, അതാ നേരത്തെ അടിക്കാൻ ഉദ്ദേശിച്ച സഹോദരൻ സുഹൃത്ത് മറ്റൊരു ഭാഗത്ത് നിന്ന് എണീറ്റ് വരുന്നു. അപ്പൊ പിന്നെ പള്ളിയുടെ ഉള്ളിൽ പോയി നോക്കും, ഞാൻ തല്ലിയത് ആരെയാണ്? സുബ്ഹാനല്ലാഹ്, സ്വന്തം ഉസ്താദിനെയാണ്. പോതിരെ തല്ലിയത് ഉസ്താദിനെയാണ്. ആ ഉസ്താദുമാരുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ സ്വഭാവം പഠിക്കണം. ശിഷ്യന്മാരോട് ഇത്ര വിട്ടുവീഴ്ച ചെയ്ത മഹാനുഭാവനെ കാണാൻ പറ്റുമോ? സുൽത്താനുൽ ആരിഫീൻ എന്ന നാമം ഔലിയാക്കൾ വെറുതെ വിളിച്ചതല്ല, ആത്മജ്ഞാനികളുടെ ചക്രവർത്തി എന്ന് വെറുതെ വിളിച്ചതല്ല. അവരെ കൽബിന്റെ വിട്ടുവീഴ്ചയും കൽബിന്റെ മയവും മനസ്സിലാക്കണം. കട്ടിയുള്ള കൽബൊന്ന് കുറക്കണം സഹോദരങ്ങളെ. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹുയാണ് ഞാൻ തല്ലിയത് എന്ന് മനസ്സിലാക്കിയ ശിഷ്യൻ പള്ളിയുടെ പുറത്തുനിന്ന് വല്ലാതെ വെപ്രാളപ്പെടുന്നു. കാരണം എതിരാളിയായി കിടക്കുന്ന സഹോദരൻ മുത്തഅല്ലിമി എഴുന്നേറ്റ് വരുന്നതാ കാണുന്നത്. ഒരടിയും അയാളെ അടിച്ചിട്ടില്ല. ഉള്ളിൽ പോയി നോക്കുമ്പോ നിസ്കരിക്കുന്നത് ആരാണ്? ഉസ്താദാണ്. സലാം വീട്ടിയ ഉടനെ ഉസ്താദിന്റെ കൈ പോയി പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ മാപ്പാക്കണേ, ആള് മാറിപ്പോയതാണ്. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു ശിഷ്യനോട് പറയുന്നത്, മോനെ നീ എന്നെ ഓരോ തല്ലുന്ന നേരത്തും ഞാൻ നിനക്ക് മഗ്ഫിറത്തിന് ദുആർക്കായിരുന്നു. അല്ലാ പുറത്തു കൊടുക്കുക, അല്ലാ മാപ്പ് കൊടുക്കുക, അല്ലാ
അറിയാതെയാണ് എന്റെ ശിഷ്യൻ എന്നെ അടിക്കുന്നത്. എന്നെ ഒന്ന് കണ്ടാൽ നല്ലോണം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ശിഷ്യനാണ്. ഇപ്പൊ ഈ അടിക്കുന്നതും ഈ ചെയ്യുന്നതും പറയുന്നതൊക്കെ ഞാനല്ല അതിന്റെ ആള്. അതുകൊണ്ട് എന്റെ ശിഷ്യനൊരു കേടും കൊടുക്കല്ലേ, പുറത്തു കൊടുക്കുക അല്ലാ. ഓരോ തല്ലി നീ എന്നെ തല്ലുമ്പോഴും നിനക്ക് മാപ്പിന് വേണ്ടി ഞാൻ അള്ളാഹിനോട് ദ്വാരന്നിട്ടുണ്ട് മോനെ. അതുകൊണ്ട് വിഷമം വേണ്ട, സങ്കടം വേണ്ട, ഞാനത് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. നിന്റെ കൂട്ടുകാരനെ വിളിക്കൂ, നിങ്ങൾ തമ്മിൽ എന്തിനാണ് വഴക്കിട്ടത്, അവരെ പിടിച്ച് മസ്ലഹത്താക്കുന്നു. ഞാൻ മറ്റാള് പറഞ്ഞു നിന്റെ കാരണം കൊണ്ട് എനിക്ക് അടികൊണ്ട്, നിനക്കാണ് അടിയൊക്കെ തരണ്ടേന്ന് പറഞ്ഞു. നമ്മള് പറയില്ല ചിലപ്പോ അങ്ങനെ പലിശ അടക്കം എനിക്ക് തരുന്നു, നിനക്കാണ് തരേണ്ടതെന്ന് പറഞ്ഞു. ഒക്കെ കിട്ടേണ്ടത് നിനക്കാണ്, നിന്റെ കാരണം കൊണ്ട് എന്നെ പുതിരത്തല്ലേ എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. എന്താണ് അവരെ തെളിച്ചുള്ള കൽബ്? വേറെ ഔലിയാക്കളായത് നിങ്ങൾ വിചാരിച്ച വെറുതെ 40,000 ദിക്റിലിപ്പുണ്ടായതാണ്? മനസ്സിന്റെ ക്ലിയറാണത്, മനസ്സിന്റെ തെളിമയാണത്. ഈ കട്ടിയുള്ള മനസ്സങ്ങ് മാറുമ്പോഴല്ലേ മനുഷ്യൻ മനുഷ്യനാകുന്നത്. അപ്പോഴല്ലേ സഹോദരങ്ങളെ നമ്മളും മറ്റുള്ളവരും തമ്മിൽ അന്തരം ഉണ്ടാകുന്നത്. അല്ലാതെങ്ങനെ? മുമ്പ് കാലത്ത് ഒരു ഉസ്താദ് ഒരു ശിഷ്യനെ പരീക്ഷിച്ചില്ലേ? ആ ശിഷ്യൻ ഉസ്താദിന്റെ അടുത്ത് കുറെ കാലം ഖിദ്മത്തിലായിക്കൂടി. ഉസ്താദുമാർക്ക് ഖിദ്മത്തിറക്കുന്ന ശിഷ്യന്മാരൊക്കെ ആഖിറം കൊണ്ട് നല്ല ഉദ്ദേശം വെക്കണം, എന്നാൽ നല്ല ഉയർച്ച കിട്ടും, നല്ല റിഫത്ത് കിട്ടും. പഴയ കാലത്ത് ഉസ്താദുമാര് ഭക്ഷണം കഴിച്ചതില് അനുഭവം പറഞ്ഞവർ പലരുണ്ട് എന്നോടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ ഈ ഭക്ഷണം കഴിച്ചാല് മുത്താലിമീങ്ങള് പ്ലേറ്റുള്ള ഭക്ഷണത്തിലേക്കാർക്ക് ഒരു പക്ഷേ പോവുക. എന്നാ പഴയ കാലത്തുള്ള അങ്ങനല്ല. ആ ഉസ്താദ് അവിടെ വെച്ച എല്ലുണ്ടാകും. ആ എല്ല് ഉസ്താദിന്റെ നാവിൽ ഇൽമു ഇതുവരെ പറഞ്ഞ നാവിലല്ലേ ആ എല്ലൊന്ന് സ്പർശിച്ചത്. ആ എല്ലെടുത്ത് ഒന്നുകൂടി ഒന്ന് കടിക്കും. എന്തിന്? എല്ലിന്റെ ഉള്ളിൽ ഒന്നും കിട്ടാനില്ല, പക്ഷേ ഉസ്താദിന്റെ നാവ് സ്പർശിച്ച എല്ലാണല്ലോ അത്. ആ ഒരു ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഇൽമു തരാൻ വേണ്ടി അവര് ഭക്ഷണം കഴിച്ചു വെച്ച ആ പാത്രത്തിൽ തന്നെ അത് കഴുകാതെ അത് ശരിക്കും വടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവും. കണ്ടാ കേകിയ മോഡൽ ഉണ്ടാകും. അതിൽ തന്നെ കുറച്ചുകൂടി ഭക്ഷണം ഇട്ടിട്ട് ഭക്ഷണം കഴിക്കും. അവരെ പിടുത്തം എവിടെയാണോ പറ്റിയത് അവിടുന്ന് കുറച്ച് ഭക്ഷണം എടുക്കും. അങ്ങനെ വേണ്ടത്. ഇപ്പൊ പിന്നെ അപ്പുറത്ത് തട്ടിയിലും മറ്റേ തട്ടിയിലും എന്താ ഉള്ളത്, അതിങ്ങോട്ട് പോരട്ടെ, ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഒഴിവാക്കി. അപ്പൊ പിന്നെ തട്ടിയുള്ളതിന്റെ വർക്കത്ത് മാത്രമായി, മറ്റേ വർക്കത്ത് യഥാർത്ഥ വർക്കത്ത് കിട്ടാതായി. ഇങ്ങനെ സംഭവം എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മുമ്പൊരാളെന്നോട് പറഞ്ഞു, ഉസ്താദെ എനിക്കൊക്കെ അള്ളാഹു ഇൽമൊന്ന് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നത്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ്? എൻ്റെ ഉസ്താദ് എപ്പോഴും ഒരു മുള്ളോ ഒരു എല്ലോട് കടിച്ചിട്ടാല് ഈ കുട്ടികളൊക്കെ തട്ടിനോടുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചൊന്നുണ്ടാവും, എന്നാൽ അവരൊക്കെ വർക്കത്തിന് തന്നെ പോലും പോകുന്നു. പക്ഷെ എനിക്ക് ആ വർക്കത്ത് വേണ്ടി ഇതാണ്. എന്നിട്ട് ആ ഉസ്താദ് പറയല് ശിഷ്യന്മാരോട്, നിങ്ങളൊക്കെ എൻ്റെ ഭക്ഷണത്തിന്റെ വർക്കത്തിന് ഓടിയിട്ടുണ്ടെങ്കിലും കിട്ടിയത് ഇയാൾക്കാണ്. അതെന്താ കാരണം? മൂപ്പര് തട്ടിന്റെ ഉള്ളിലല്ല പോയത്, പുറത്ത് അവിടെ പ്ലേറ്റിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകുമല്ലോ. ഉസ്താദ് ഒന്ന് കടിച്ചു വെച്ചത്, ഒന്ന് പതുക്കെ ഒന്ന് നുള്ളി വെച്ചത്, അതിന്റെ ബാക്കി കിട്ടാനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച പാത്രം കൊണ്ടുവന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കറക്കി നോക്കുന്നു കാണാൻ ഹദീസിൽ. എവിടെയാണ് ചുണ്ടിന്റെ നനവ് വീണത് എന്നറിയാൻ. ആ നനവും കൊണ്ട് കണ്ട അവിടെ തന്നെ ചുണ്ട് വെച്ച് കുടിക്കുന്ന ഹദീസിലുള്ളത്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇത് നമുക്കൊക്കെ ഒരു പരിഷ്കാരമായി മാറിയില്ലേ? ചിലർക്കൊക്കെ ഒരു അസ്പൃശ്യതായി മാറി. ബാപ്പ കഴിച്ച കുറച്ച് ബാക്കിയുണ്ട് മോനെ, അതിൽ കൂട്ടി ചോറിട്ട്. ബാപ്പ കഴിച്ച ബാക്കിയില്ലോ? ബാപ്പ നല്ലോണം കൈ കഴുകിയതാണ്. ബാപ്പ ആ കൈയിന് ഇഷാന്റെ ശേഷം ഒരുപാട് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി മാല മറിച്ച കൈയാണ്. കുറെ ഖുർആനൊക്കെ ഓതിയിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹലാലായ തൊഴിലെടുത്തിട്ട് നല്ല കൂലി വാങ്ങിയ കൈയാണ്. കൈകി വൃത്തിയാക്കി ആ കൈയിൽ കുറച്ച് ചോറ് വെച്ചു. ബാപ്പ കുഴച്ചിട്ടിട്ടൊന്നുമില്ല, കുറച്ച് ബാക്കി അതിനങ്ങോട്ട്. അതിന് എനിക്ക് വേണം വേണ്ട, അതെന്നെ വർക്കത്തില്ലാത്തത്, അതെന്നെ രോഗം മാറാത്തത്, അതെന്നെ ഒന്നും മാറാത്തത്, അത് വിട്ടുപോയി. പഴയ കാലത്ത് സിസ്റ്റം അങ്ങനെയല്ല. പഴയ കാലത്ത് അതിന് മതി, വേറൊന്നും വേണ്ട, അങ്ങനെ ആയിരുന്നില്ലേ? അപ്പൊ നോക്ക്, നിങ്ങൾ മാറ്റും. ആ മാറ്റത്തിനനുസരിച്ച് നമുക്കുള്ളിലും മാറ്റം ഉണ്ടാകും. അങ്ങനല്ലേ? അത് സ്വാഭാവികമാണ്. നമ്മൾ തന്നെയല്ലേ ഉത്തരവാദി, പുറത്താരുള്ളവരല്ലോ. പറഞ്ഞു വന്നത്, ആ ഉസ്താദ് ശിഷ്യനെ പരീക്ഷിക്കുന്നു. ഉസ്താദിന്റെ അടുത്ത് ഖിദ്മത്തെടുക്കുന്ന ഈ ശിഷ്യൻ കേൾക്കുന്നു. ഇടക്കിടക്ക് പല നാട്ടിൽ നിന്ന് ഉസ്താദുമാര് വരുമ്പോ ശിഷ്യനോട് പറയും, മോനെ നിന്റെ ഉസ്താദിനെ വിട്ടുപോകരുത്, ഉസ്താദിന്റെ അടുക്കൽ ഇസ്മുല്ലാലമുണ്ട്,
നിന്റെ ഉസ്താദിന്റെ ഇസ്മുല്ലാദമുണ്ട്, നല്ല മരുന്നല്ലേ. ഇസ്മുല്ലാദം കൊണ്ടങ്ങ് ദ്വാരുന്നാൽ ഉത്തരം കിട്ടുന്ന ഉറപ്പല്ലേ? തർക്കണ്ടോ? തർക്കല്ല ആ വിഷയത്തില്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, ആ സംഭവം നമ്മൾ സൂറത്തുൻ നംൽ പറഞ്ഞപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യൻ ദുആ ചെയ്തത് എന്തുകൊണ്ടാ? ഇസ്മുല്ലാദം കൊണ്ടാണ് ദുആ ചെയ്തത്. അതുകൊണ്ടാണ് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഭദ്രമായി സുരക്ഷിതമാക്കി വെച്ച ഏറ്റവും നല്ല സ്വർണവും മുത്തും വെള്ളിയുമൊക്കെ കൊത്തിപ്പിടിപ്പിച്ച ആ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ സിംഹാസനം അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. ആരാ പൂട്ട് തുറന്നത്? ഇസ്മുല്ലാദമാ തുറന്നത്. ആരാ അവിടെ വേഗത കൂട്ടിയത്? ഇസ്മുല്ലാദമാ. ആരാ അത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചത്? ഇസ്മുല്ലാദമാണ്. എത്ര പെട്ടെന്ന്? ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക്, കണ്ണൊന്ന് ചിമ്മി തുറക്കുന്നതിന്റെ മുമ്പ്. എത്രയാ സഹോദരങ്ങൾ അതിന്റെ വേഗത? എത്ര പെട്ടെന്നാ എത്തിയത്? ഈ ഇസ്മുല്ലാദം നിന്റെ ഉസ്താദിന്റെ അടുത്തുണ്ട് മോനെ, ഉസ്താനെ വിടണ്ടാവും. ശിഷ്യം വിടാൻ തീരുമാനിച്ചില്ല ഉസ്താനത്തിന്റെ കൂടി. പക്ഷെ ആളുകൾ ഉസ്താദ്മാരൊക്കെ വന്നത് പറഞ്ഞു പോകുമ്പോ കുട്ടിക്കൊരു മോഹം ഉണ്ടാകുമല്ലോ. ഈ ശിഷ്യം പതുക്കെ പോയിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ കുറെ ആയാലും ഖിദ്മത്ത് എടുക്കുന്നത്, നിങ്ങളെടുത്ത് ഇസ്മുല്ലാദം ഉണ്ട്. നീ വന്നു പോയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, എല്ലാരും പറയുന്നുണ്ട് ഇസ്മുല്ലാദം ഉണ്ട്, ഇസ്മുല്ലാദം ഉണ്ട്. എന്നിട്ട് എന്താ എനിക്ക് തരാത്തത്? മോനെ ടൈം ആകട്ടെ തരാ, സമയാകട്ടെ അപ്പൊ തരാ. നീ അതിനൊരു പക്വമതിയാകുമ്പോ നിനക്കങ്ങ് തരും. ക്ഷമിക്കണ്ട, സുബുറൈ ക്ഷമിക്ക്. കുട്ടി പിന്നെയും ഉസ്താദിനെ തന്നെ ഓതി ഖിദ്മത്തെടുത്ത് അവിടെ ഇങ്ങനെ കൂടാൻ. പിന്നെയും വലിയ വലിയ ആലിമീങ്ങൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ കുട്ടീന്റെ താല്പര്യം വർദ്ധിക്കാം. നിരന്തര ചോദ്യം വന്നപ്പോ കുട്ടിയോട് ഉസ്താദ് പറഞ്ഞു, നിന്നെ ഞാൻ ഇന്നൊരു പരീക്ഷയ്ക്ക് വിധേയമാക്കും. ആ പരീക്ഷയിൽ നീ ജയിച്ചാൽ ഉറപ്പാ ഇസ്മുല്ലാദ് അങ്ങ് തരും. ശരി, നീ ഇന്ന് ഈ നാട് വിട്ട് പുറത്തു പോകണം. ഈ നാടിന്റെ പുറത്തു പോകണം. പുറത്തു പോയി നീ അവിടെ എത്തുമ്പോ ഒരു സംഭവം കാണും. ആ സംഭവം കണ്ടാൽ ഉടനെ തിരിച്ചു വരണം. അല്ലാഹ്, ഇന്ന് ഇസ്മുല്ലാദ് കിട്ടുന്ന ദിവസമാണ്. കുട്ടി പോയി നാടിന്റെ പുറത്തെത്തിയപ്പോ ഒരു വലിയ സംഭവം കാണുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾ ഉന്തുവണ്ടിയിൽ, കാളവണ്ടിയിൽ ഒരുപാട് വിറക് വെട്ടിയിട്ട് കെട്ടാക്കിയിട്ട് അയാൾ ജീവിതമാർഗം അതാണ്, അങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങാടിയിലേക്ക് ഏകദേശം കുറച്ച് എത്താനുള്ള അപ്പോഴേക്ക് വലിയ ഒരു മനുഷ്യൻ വന്ന് ഇയാളെ ബ്ലോക്ക് ഇട്ടു. വണ്ടി തടഞ്ഞു വെച്ചു. ആ കെട്ട് മുഴുവനും അയാളെ വണ്ടിയിലേക്ക് തിരിച്ചു വെച്ച് അയാൾ വാഹനം കൊണ്ട് വിട്ടു. ഈ പാവപ്പെട്ട മനുഷ്യൻ ഹലാലായ ജീവിതമാർഗത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഈ കെട്ടുകളിൽ നിന്നൊരു കെട്ട് പോലും കൊടുക്കാതെ മുഴുവൻ കെട്ടുകളും എടുത്തിട്ട് അയാളങ്ങ് പോയി. ഈ സംഭവം കണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യൻ തിരിച്ചു വന്നു. ഉസ്താദ് ചോദിച്ചു, മോനെ സംഭവം കണ്ടോ? കണ്ടു കഴിഞ്ഞു. എങ്ങനെയാ നിനക്ക് ആ സമയത്ത് എന്തൊക്കെയാ നിന്റെ മനസ്സിൽ വന്ന വിചാരം ഒന്ന് പറയൂ. നിനക്ക് ഇസ്മുല്ലാദം ഉണ്ട് എന്ന് നീ കരുതിക്കോ. നിന്റെ വിറക് കെട്ടാണ് ഒരു അധർമ്മിയായ മനുഷ്യൻ വന്ന് നിന്നെ പിടിച്ചു കെട്ടിയിട്ട് ഓരോ കെട്ടും എടുത്ത് അയാളെ വാഹനത്തിലേക്ക് അങ്ങ് കയറ്റിയിട്ട് അയാൾ അങ്ങ് പറന്നാൽ നിന്റെ ധാരണ എന്തായിരിക്കും? നിന്റെ സമീപനം എന്തായിരിക്കും? നിന്റെ വക്കൽ അല്ലാഹു ഇസ്മുല്ലാദം തന്നിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ആ മുത്താലിം, ആ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ എന്റെ വക്കൽ അപ്പോഴെങ്ങാനും ഇസ്മുല്ലാദം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാനങ്ങ് ദ്വാരന്നിട്ട് അയാളങ്ങ് തരിപ്പണാക്കുന്നു. ഉസ്താദ് പറഞ്ഞു, എനിക്ക് ഇസ്മുല്ലാദം തരാനായിട്ടില്ല. മനസ്സിലാക്കണ്ടോ? ഇസ്മുല്ലാദം തരാനായിട്ടില്ല മോനെ. അതെന്താ ഉസ്താദേ? അയാൾ എന്നോട് ചെയ്യുന്ന ദുൽമല്ലേ, പിന്നെ ഞാൻ ആൾക്കാർ എന്നിട്ട് എന്താ കുഴപ്പം? ഒരു കാര്യം കേൾക്കണോ നിനക്ക്? നീ ആ വാഹനത്തിൽ ആ ഒരു കണ്ട പാവപ്പെട്ടൊരു മനുഷ്യനില്ലേ, കുറെ വിറക് കിട്ട അയാൾ മറ്റേ എടുത്തുകൊണ്ടില്ല, ആ തടിച്ച മനുഷ്യൻ കൊണ്ടുപോയില്ലേ? അപ്പൊ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ നിൽക്കുന്ന കണ്ടോ? അയാളാണ് എനിക്ക് ഇസ്മുല്ലാദം തന്ന മഹാൻ. എന്റെ ഗുരുനാഥനാണത്. ആ ടൈമിൽ അയാൾ എന്താ പറഞ്ഞത് എന്നറിയോ? അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മഗ്ഫിർ ലഹു. എന്റെ കാരണം കൊണ്ട് അയാളെ ശിക്ഷിക്കല്ലേ അല്ലാ, പുറത്തു കൊടുക്കുക അല്ലാ, മാപ്പ് കൊടുക്കുക അല്ലാ. തരാനായിട്ടില്ല മോനെ, കുറച്ചുകൂടി അധ്വാനിച്ച് ഒക്കെ പാകപ്പെടുത്തി ഇവിടെ തന്നെ കഴിയണം. അത്ര വേഗം കിട്ടാനുള്ളതല്ലത്, നല്ലോണം അധ്വാനിക്കണം. എന്താണ് അധ്വാനിച്ച് ഉണ്ടാക്കേണ്ടത്? എന്താണ്? തടിയും ശരീരവും അല്ല, മനസ്സ് പാകപ്പെടുത്തണം.
എന്നാൽ അങ്ങ് തരും. ഇവിടെയാണ് നമ്മുടെ മനസ്സ് പാകപ്പെട്ട് കിട്ടേണ്ടത്. ഞാൻ എവിടുന്ന വിഷയം പറഞ്ഞു വന്നത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷമത്തോടെയാണ് സ്വന്തം കുടുംബക്കാർ വീട്ടിൽ താമസിക്കുന്ന മിസ്തഹ് റളിയല്ലാഹു അൻഹയും ഉമ്മയോടും പോകാൻ വേണ്ടി പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സങ്കടമുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു സങ്കടല്ലേ അപ്പുറത്ത് വന്നത്. അവരങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പുറത്തു പോയി. അപ്പോഴേക്ക് അല്ലാഹു തആല വഹി ഇറക്കി. ആ ഇറക്കിയ ആയത്ത് നിങ്ങളൊന്ന് പഠിക്കുമോ സഹോദരങ്ങളെ? നമ്മളെ മനസ്സിലൊന്നും സൂക്ഷിക്കുമോ? എന്നാ പിന്നെ നമ്മളെ പണക്കങ്ങളും കുറക്കെ മാറാൻ പറ്റും. സൂറത്തുന്നൂറിൽ കാണാം, വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅ അയ്യുതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും, നിങ്ങളിൽ നിന്ന് വലിയ കാര്യപ്പെട്ട മഹാന്മാർ, ഒരുപാട് മഹത്വമുള്ള ആളുകൾ, വസ്അതി സാമ്പത്തിക കുടുംബ ഭദ്രത വിശാലതയുള്ള ആളുകൾ. ചിന്തിച്ചോ, നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്, വിശാല കുടുംബം തന്നിട്ടുണ്ട്. ഒരു കുടുംബ സംഗമം കൂടുകയാണെങ്കിൽ 100-ൽ കുറവുള്ള ആരുമില്ല. എത്ര സംഗമങ്ങളാ അങ്ങനെ ചേരുന്നത്. ആ സംഗമങ്ങളിലൊക്കെ നമ്മൾ ഉപദേശിക്കുന്ന ഒരു ഉപദേശമാണ്. ഞാനൊരു കുടുംബസംഘത്തിന് പോയി. വളരെ അത് ആണും പെണ്ണും മുഷക്കലെന്നല്ല കേട്ടോ, പെണ്ണുങ്ങൾ വേറെ ആണുങ്ങൾ വേറെയാണ്. അത് കൂട്ടത്തിലൊന്നും പറഞ്ഞതേ ഉള്ളൂ. ആണും പെണ്ണും മുഷക്കലായിട്ടല്ല ഇരിക്കുന്നത്, കപകുപായിട്ടല്ല. പെണ്ണുങ്ങൾ വേറെ ഒരു ഭാഗത്തിരിക്കുന്നു, ഉപകൾ നമ്മൾ വായനയോടെ ഒന്നിരിക്കുന്നു. അതേപോലെ അവർക്ക് നല്ല ഓഡിറ്റോറിയത്തിൽ തന്നെ ഒരു നല്ല മറ വെച്ച് അവർ കേൾക്കുന്നുണ്ട്, ഉപദേശങ്ങളും കേൾക്കുന്നുണ്ട്. ഇപ്പുറത്തും ആണുങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആളുകളുടെ കയ്യിലൊക്കെ പുസ്തകങ്ങൾ നോട്ടോ കൊടുത്തിട്ടുണ്ട്, എഴുതാൻ ഇൽമൊക്കെ എഴുതിയിരിക്കാൻ 2-3 ക്ലാസ്സുകളുണ്ട്. അത് കഴിഞ്ഞ് 2 പേർക്കും 2 ഭാഗത്ത് ഭക്ഷണങ്ങളുണ്ട്. അവരെ കുടുംബത്തിന്റെ താവഴിയൊക്കെ വിശദീകരിച്ച് ദ്വാരുന്നവർ പിരിയാണ്. നിങ്ങളുടെ കുടുംബസംഘം അല്ലാതെ കാട്ടിക്കുട്ടലൊന്നല്ല. ആ രൂപത്തിൽ അവിടെ വാല് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വെറുതെ ചോദിച്ചത്, വെറുതെ നിങ്ങളെ കൂട്ടത്തില് കുടുംബമായിട്ട് പിണങ്ങിക്കഴിയാത്ത ആളുകളൊക്കെ ഒന്ന് കൈപൊക്കിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മാത്രല്ലേ ഇവിടെ അന്നേക്ക് ചോദിച്ചാൽ അവരോട്. കൈപൊക്കിയ ആൾക്കാർ വളരെ കുറവാണ്. എല്ലാവരും തസ്തികക്കാട് വായിച്ചിരുന്നു. നല്ല 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 ഗഡ്സ് ഉള്ള ആൾക്കാരുണ്ട്. ഒരാൾക്കാർ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ആൾക്കാർ സഹസിലുണ്ടോ വിഷമിക്കേണ്ട എഴുതിയിട്ടാണ്. നല്ല നല്ല ഉയർന്ന നിലവാരത്തിൽ അള്ളാഹു വലിയ ദർജയേറ്റി കൊടുത്ത ആൾക്കാർ, നല്ല ഹൈ പൊസിഷനിലുള്ള ആൾക്കാരുണ്ട്. ദീനിയായിട്ടും ദുന്യവിയായിട്ടൊക്കെ നല്ല ഉഷാറിലെത്തിയ ആൾക്കാരുണ്ട്. കാരണം നമുക്കൊക്കെ അവരെ ഫോളോ ചെയ്യാൻ പറ്റും, അത്രയും മികച്ച ആൾക്കാരുണ്ട് അതിൽ. ഒരുപാട് പാരമ്പര്യങ്ങളുള്ള ദീനീ സ്ഥാനങ്ങള്, ദുന്യവിയായ സ്ഥാനങ്ങൾ, ബഹുമാനങ്ങളൊക്കെ ഉള്ള നല്ല നല്ല ആൾക്കാരുണ്ട്. അന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരൊറ്റ വാളാണ്, നിങ്ങളെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ അന്തസ് ആ സംഗതികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നാവലാണ്. പിന്നെ അതിന് പ്രതിജ്ഞ എടുത്തിട്ടാണ് അവർ പിരിഞ്ഞത്. ബാക്കി അള്ളാഹു ആലം അള്ളാഹുരെ നന്നായി കൊടുക്കട്ടെ. നമുക്ക് അവർ മോശമല്ല, നന്നാകല്ലേ വേണ്ടി, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ നമ്മളെ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ കഥ എങ്ങനെയാണ്. ബാക്കിയൊക്കത്തിലും ഓക്കെ ആൾക്കാർ പറയില്ല. അവിടെയാണ്, അതാണ് വല്ല കുടുംബം എങ്ങനെയാന്നൊക്കെ ആൾക്കാർ ചോദിക്കില്ല. കല്യാണം കഴിക്കും കുടുംബം എങ്ങനെയാന്ന്. കുടുംബം വലിയ കുടുംബ ഏതെങ്കിലും പേരാണ്. ഓല ആ നാട്ടിൽ അറിയപ്പെട്ട, ജില്ലയിൽ തന്നെ അറിയപ്പെട്ട ആൾക്കാരാണ്. മജിസ്ട്രേറ്റിലൊക്കെ ഓല ആൾക്കാരാണ്, അവിടെയൊക്കെ ആൾക്കാരാണ്, മറ്റോടത്തൊക്കെ ആൾക്കാരാന്ന് പറയും. പക്ഷെ അതല്ല അതിൻ്റെ അർത്ഥം. ഓല കുടുംബം എങ്ങനെയെന്ന് വെച്ചാൽ ഓല കുടുംബത്തിന്റെ ഐക്യവും ഇണക്കവും സമാധാനവും സന്തോഷവും കെട്ടുറപ്പും എങ്ങനെയെന്നാണ്. അതാണ് ചോദിച്ചത്. പക്ഷെ ഉത്തരം പോയത് ഇങ്ങനെയാണ്. ഉത്തരം പോയത് അതിനെ പർവ്വതീകരിച്ച സ്വഭാവങ്ങളെ കുറിച്ചാണ്. അതല്ല സത്യത്തിൽ അവിടെ പരിഗണിക്കുന്നത്. ആ കുടുംബത്തിന്റെ ബഹുമാനം ഐക്യമാണ്, സന്തോഷമാണ് നോക്കേണ്ടത്. അവിടെയാണ് അതിന്റെ സന്തോഷങ്ങളുള്ളത്. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളൊക്കെ നന്നാക്കി തരട്ടെ, നല്ല ഐക്യത്തിലാക്കി തരട്ടെ. നിസ്സാര കാരണങ്ങളെ കൊണ്ട് മാറി നിൽക്കുന്നവരുണ്ടാവും, അവരെ നമ്മളുമായി അള്ളാഹു യോജിപ്പിച്ചു തരട്ടെ. നമ്മുടെ ഖൽബ് അതിന് അള്ളാഹു പാകപ്പെടുത്തി തരട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇറങ്ങിയ ആയത്താണ്. ഒരു വിട്ടുന്ന് ഇറങ്ങി, വലാ യഅ്തലി, സത്യം ചെയ്യരുത്, ഉലുൽ ഫളി മിൻകും, നിങ്ങളിലുള്ള മഹത്വമുള്ള ആളുകൾ. ആ ഒരൊറ്റ വാക്കിൽ തന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹത്വങ്ങൾ അല്ലാഹു തആല പറഞ്ഞു. ഒരാളെ പറഞ്ഞപ്പോ കണ്ടോ നിങ്ങൾ, ഉലുൽ ഫളി മിൻകും, നിങ്ങളിൽ നിന്ന് എല്ലാ മഹത്വങ്ങളും മേളിച്ചവർ. സിദ്ദീഖ് തങ്ങളെ പറ്റിയാ പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹുവിന് ഇല്ലാത്ത മഹത്വങ്ങൾ ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു മുഅ്മിന് 360 നല്ല സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്വഭാവം അസ്സഖാ
ഔദാര്യമാണ്, ഉദാരതയാണ്, ധർമ്മമാണ്. 360 സ്വഭാവം ഒരു മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആ 360 ഉള്ള ആള് ആരാണ്? നിങ്ങളിൽ അത് മുഴുവനും ഉണ്ട് സിദ്ദീഖേ, ഒന്നും കുറവില്ല, ആ മുഴുവൻ സ്വഭാവങ്ങളും നിങ്ങളിലുണ്ട്. അതല്ലേ അല്ലാഹുവും പറഞ്ഞത്, വലായതലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ നിന്ന് ഒരുപാട് മഹത്വമുള്ള ആളുകൾ, വസ്സാതി സാമ്പത്തിക കുടുംബ ഭദ്രത വിശാലതയുള്ള ആളുകൾ സത്യം ചെയ്തേക്കരുത്, അയ്യുതു ഉലിൽ ഖുർബാ, കുടുംബക്കാർക്ക് ഇനിയൊന്നും കൊടുക്കൂല, വൽ മസാകീന, മിസ്കീന്മാർക്ക് കൊടുക്കൂല, മുഹാജിരീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ വന്നവർക്കൊന്നും കൊടുക്കൂല. ഈ 3 ഗുണങ്ങളും ഈ മഹാനുണ്ട്. മിസ്തഹ് റളിയല്ലാഹു അൻഹു ഹിജ്റ വന്ന മഹാനാണ്, കുടുംബക്കാരനാണ്, മിസ്കീനാണ്. 3 സിഫത്തും ആ മഹാനുണ്ട്. അങ്ങനത്തെവർക്ക് കൊടുക്കൂലെന്ന് സത്യം ചെയ്യരുത്. വല്ലഅഫൂ വല്ലസ്ഫഹൂ, അവര് വിട്ടുവീഴ്ച ചെയ്യണം. വല്ലസ്ഫഹൂ, വിട്ടുവീഴ്ച ചെയ്താൽ മാത്രം പോരാ, പിന്നെ മനസ്സുന്നതങ്ങ് പിഴുതെറിയണം. രണ്ടും ഒന്നല്ല. ആദ്യം പറഞ്ഞത് വിട്ടുവീഴ്ച, ഞാൻ പൊരുത്തപ്പെട്ടു തന്നു, അള്ളങ്ങൾക്ക് മാപ്പരട്ടെ, നമ്മൾ പറഞ്ഞു റെഡിയാകണം. പിന്നെ അത് മനസ്സിലങ്ങനെ തങ്കരിക്കരുത്. വല്ലസ്ഫഹൂ, മനസ്സുന്നങ്ങ് മാറ്റണം. എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ചോദ്യം, ആ ചോദ്യം നമ്മളെ മനസ്സിലും തറക്കണം. അള്ളാഹ് ചോദിക്കുന്നു, അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്കും പുറത്തു തരല് ഇഷ്ടമില്ലയോ? ഈ ഒരായത്തിന്റെ ഭാഗം കേട്ടപ്പോഴേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട് വിട്ടിറങ്ങി. മഹാനവർകൾ പറഞ്ഞു, ബലാ ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹ് എനിക്ക് മാപ്പ് തരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. മിസ്തഹ് റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിച്ചു, ഉമ്മാനെ തിരിച്ചു വിളിച്ചു, ഇനി ഒരു കാലത്തും നിങ്ങളെ ചെലവ് ഞാൻ ഒഴിവാക്കൂല, നേരത്തെ തന്നതിനേക്കാൾ ഒരു ഇരട്ടി കൂടി അധികരിപ്പിച്ചു തരാം, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നു, എനിക്കും നിങ്ങൾ മാപ്പ് തരണേ, എനിക്ക് അല്ലാഹുവിന്റെ മാപ്പ് കിട്ടണം. നമുക്ക് അല്ലാഹ് പുറത്തു തരണം. എന്തുകൊണ്ട് പുറത്തു തരണം? ഞങ്ങൾക്കൊന്നാട് പുറത്തു കൊടുത്തു. അത് ആലോചിക്കണം. അല്ല, നിങ്ങൾക്ക് അതൊന്നും ആവശ്യമൊന്നും പുറത്തു കൊടുത്തൂടെ, ഒന്ന് വിട്ടുകൊടുത്തൂടെ, അതൊന്ന് ചിന്തിക്കണം, ഒന്ന് മുഷാവറ ചെയ്യണം, ആലോചിക്കണം. എന്താലോചിക്കാനാ സുഹൃത്തെ? അവിടെ എന്താലോചിക്കാനാ, എന്ത് ചിന്തിക്കാനാ, എന്ത് തടസ്സം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വേദന നമ്മൾ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടോ? ഈ ഒരവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടോ? ഏറ്റവും വലിയ മഹാൻ എത്ര വലിയ മാപ്പാ കൊടുത്തത്. അല്ലാഹുവിന്റെ ഒരു ചോദ്യം, അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹ് പുറത്തിരുന്ന് ഇഷ്ടമില്ലയോ ഉമ്മമാരെ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് വേണ്ടേ? ആ അള്ളാഹുവിനോടല്ലേ നിങ്ങൾ പാപം പൊറുക്കാൻ ചോദിക്കുന്നത്? അല്ലാഹ് പൊറുത്തരണം എന്നൊരാശ നിങ്ങളിലില്ലേ? ഒന്നും നന്നായിക്കോ, ഒന്ന് വിട്ടുവീഴ്ച കൊടുത്തോ, ഒന്ന് സുൽഹായിക്കോ. തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമല്ലേ, നമ്മൾ മഅസൂമുകളല്ലല്ലോ, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ലല്ലോ, നമ്മൾ സാധാരണക്കാരല്ലേ. ഒന്നങ്ങ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഏതായാലും എനിക്ക് കുറവാണെങ്കിലും പ്രശ്നമില്ല, അള്ളാഹിന്റെ അടുക്കൽ എനിക്ക് കുറയൂലല്ലോ, ഇവിടെ ഇനി കുറച്ച് കുറഞ്ഞു നിൽക്കട്ടെ, അള്ളാഹിന്റെ അടുക്കൽ ഒന്നും കുറയൂലല്ലോ, ഞാനങ്ങ് പുറത്തു കൊടുക്കട്ടെ എന്ന മനോഭാവം ഒരു ചിന്തയാ വേണ്ടത്. ഇനി അതിന് ഒരുക്കമല്ലെങ്കിൽ ഒരൊറ്റ കാര്യം പറയട്ടെ, ആഖിറത്തിലെത്തുന്ന ബുദ്ധിമുട്ട് ഒന്ന് മാത്രം പറയട്ടെ. വലതും എണ്ണി പറയാനുണ്ട്, ഒന്ന് മാത്രം സൂചനക്ക് പറയട്ടെ. ഞാൻ ആയത്തിന്റെ തഫ്സീലിലേക്ക് കടന്നിട്ടില്ല. എന്താണ് അല്ലാഹു തആല പറയുന്നത്? കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആഖിറത്തില് നമ്മൾ മാത്രമല്ല, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്. നമ്മളൊക്കെ നല്ലവരാണെന്ന് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മളെ കണ്ട് സലാം പറഞ്ഞ് സ്നേഹം പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്ത നല്ല മനുഷ്യരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സ്നേഹിതരുണ്ട്, ശുഹദാക്കളുണ്ട്. എല്ലാവർക്കും മുന്നിൽ വെച്ച് നമ്മളെ ഹിസാബിന് വേണ്ടി മലക്ക് വരുമ്പോ, ഡയറി അങ്ങ് മറിക്കുമ്പോ,
പിണങ്ങിയ ബന്ധങ്ങളെ കാണുന്നു, അറ്റുപോയ ബന്ധങ്ങളെ കാണുന്നു. അള്ളാഹുവിന്റെ ഓർഡർ വരുന്നു, അവരങ്ങ് വിട്ടേക്കൂ, അവര് നന്നാകട്ടെ, എന്നിട്ട് വിചാരണ നടത്തിയാൽ മതി. ഒക്കുമോ സഹോദരങ്ങളെ? ഇവിടെ ഒരു കോർട്ടിൽ അങ്ങനെ ഒരു വിധി വന്നാ നമ്മളെ ഹാലെന്താണ്? ആദ്യം ഓലൊന്ന് രമ്യതയിലെത്തിട്ടെ, എന്നിട്ട് വിധി പറയാൻ പറഞ്ഞാൽ എത്ര പെട്ടെന്നാ രമ്യതയിലെത്തുക, എത്ര പെട്ടെന്നാ വിധിക്ക് വേണ്ടി പറഞ്ഞ് മസലഹത്താകുക. ആ മസലഹത്ത് കിട്ടാൻ വേണ്ടി കൊടുക്കാൻ തയ്യാറുള്ളതൊക്കെ കൊടുക്കൂലേ, വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളതൊക്കെ വിട്ടുകൊടുക്കൂലേ. ആഖിറത്തിലെത്തിയിട്ട് ആരാ വിചാരണക്ക് വരുന്നത്? മലക്കുകളാണ്. മലക്കുകളെ മുന്നിൽ ഹിസാബിനൊരു തടസ്സം, ബന്ധവിച്ഛേദനമാണ്, പടല പിണക്കമാണ്. അള്ളാഹു പറയുന്നു അവരെ കാര്യമങ്ങ് വിട്ടേക്കണം. അവര് രണ്ടുപേരും സുൽഹിലെത്തട്ടെ, നന്നാകട്ടെ, എന്നിട്ട് വിചാരണ നടത്താം. നിൽക്കാൻ കഴിയുമോ ആ മഹ്ശറില്? അംബിയായിന്റെ മുന്നിൽ വഷളാകാൻ കഴിയോ? ഔലിയായിന്റെ മുന്നിൽ വഷളാകാൻ ഇഷ്ടമുണ്ടോ? മഹാന്മാരെ മുന്നിൽ വഷളാകാൻ ഇഷ്ടമുണ്ടോ? അവരെ പേരിൽ ഫാത്തിഹ ഓതാറില്ലേ? അവരെ കൂടെ ചേരാനല്ലേ ഫാത്തിഹ ഓതുന്നത്? എല്ലാ ദിവസവും ഹദ്ദാദിൽ അവസാനത്തെ ഫാത്തിഹ ലോകത്തെ മുഴുവൻ മഹാന്മാർക്കുമുള്ള ഫാത്തിഹയല്ലേ? എന്നിട്ടും നമുക്ക് അവിടെ സ്ഥാനക്കുറവുണ്ടാകാൻ പറ്റുമോ? അവരെ കൂടെ തന്നെ ചേരണ്ടേ, സന്തോഷത്തോടെ പോകണ്ടേ? അതിന് പറയട്ടെ, എല്ലാ അമലുകളും ഉണ്ട്, പക്ഷേ ഒന്നിന്റെ കുറവുണ്ട്, അത് അറ്റുപോയ ബന്ധമാണ്. അതൊന്ന് മാറ്റിയെടുത്തിട്ട് നമ്മൾ നന്നാകണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഖുർആൻ കണ്ടില്ലേ, മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടും പറഞ്ഞ ശേഷം തൊട്ടടുത്ത ആയത്തിൽ 26-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, വആതിദൽ ഖുർബാ ഹഖഹു, കുടുംബക്കാർക്ക് നീ നൽകണം, ഹഖഹു, അവർക്കുള്ള അവകാശം നൽകണം. എന്തൊക്കെയാണ് അവകാശം? സമ്പത്ത് മാത്രമാണോ? അല്ല, ശരീരവുമായി ബന്ധപ്പെട്ട അവകാശമുണ്ട്. നീ പോയി ചേർന്ന് സഹകരിക്കേണ്ടതുണ്ട്, നീ പോയി കൂടിക്കൊടുക്കേണ്ടതുണ്ട്, ഒത്താശ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, പലപ്പോഴും താങ്ങും തണലുമായി വർത്തിക്കേണ്ടതുണ്ട്. ആ ഘട്ടങ്ങളിൽ കൊടുക്കേണ്ട ഹക്ക്, ബഹുമാനവും സ്നേഹവും കൊടുക്കണേ. ഒരു കുറവുണ്ടാകാൻ പാടില്ല. വന്നത് ബാപ്പയല്ല, ഉമ്മയല്ല, പിന്നാരാ വന്നത്? ബാപ്പാന്റെ ബാപ്പയാ വന്നത്. ആ ബാപ്പാന്റെ ബാപ്പ വന്നങ്ങനെ നിന്നൊരു കാര്യം പറയുമ്പോ ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കാൻ പറയുന്നത് സുഹൃത്തെ ആ ഉപ്പാപ്പയോട് ചെയ്യുന്നൊരു ഹക്കാണ്. എഴുന്നേറ്റിട്ടൊന്ന് ഇരിക്കാൻ പറയണം, നല്ല സീറ്റ് വെച്ച് കൊടുക്കണം, ഒന്ന് ഇരിക്കി, ഇരുന്നിട്ട് നമുക്ക് വർത്തമാനം പറയാം. ബഹുമാനമാണല്ലോ കൂടുതൽ വേണ്ടത്, ആദരവാണല്ലോ നന്നായി വേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കല്യാണം കഴിച്ച ആദ്യത്തെ പെണ്ണിനെ ഉമ്മരപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞ ചൊറുക്കിന്റെ കുറവുണ്ടല്ല, ഭാഷ അറിയാഞ്ഞിട്ടല്ല, ശരീരത്തിന് തുടിപ്പും മിടിപ്പും മികവും ഇല്ലാഞ്ഞിട്ടല്ല. ജുർഹും ഗോത്രക്കാരിൽ നിന്നല്ലേ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഭാഷ പഠിച്ചത്. ആ ഗോത്രത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ആ പെണ്ണിന് ആദരവില്ല, ബന്ധം എന്തെന്ന് അറിയില്ല. അതുകൊണ്ടാ ഉമ്മരപ്പടി മാറ്റുന്നുണ്ട്. കാരണം ഈ ബന്ധത്തിലൂടെ വരാൻ പറ്റിയ ആളല്ല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ താവഴിയിലൂടെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. അത് ഏറ്റവും നല്ല ബന്ധവും നല്ല ബഹുമാനവും നല്ല ഇണക്കമുള്ള ആളുടെ ആയിരിക്കണം. ഉമ്മരപ്പടി മാറ്റാൻ പറഞ്ഞു. ഉമ്മരപ്പടി എന്താണെന്ന് ആ പെണ്ണിനെ അറിയില്ലെന്ന് പിന്നെ അറിഞ്ഞു, ഉമ്മരപ്പടി മാറ്റി. രണ്ടാമത് കല്യാണം കഴിച്ചപ്പോ എന്തായിരുന്നു സ്നേഹം, ബഹുമാനം? ആ പെണ്ണും ആദ്യമായിട്ട് കാണാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെയൊക്കെയാണ് രൂപഭാവമെന്നും അതെന്റെ ഭർത്താവിന്റെ ഉപ്പയാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. വീട്ടിന്റെ മുറ്റത്ത് വന്നങ്ങ് നിർത്തി, ഇറങ്ങിയില്ല. കാരണം സാറാ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ആ വാക്ക് പാലിച്ചിട്ട് ഇറങ്ങാത്തത്. വാക്ക് പറഞ്ഞ വാക്കാണല്ലോ, അതുകൊണ്ട് ഇറങ്ങാതിരുന്നത്. എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, ഞാൻ പോകാണ്. എന്നാലും പോകല്ലേ, ഒരു മിനിറ്റ്, നിങ്ങൾ ഇറങ്ങില്ലെങ്കിൽ ഒരു മിനിറ്റ്, ഒന്ന് നിൽക്കി ഒറ്റ മിനിറ്റ്. കുറച്ച് വെള്ളം കൊടുത്തിട്ടേ അവിടെ ഒന്ന് ആ ഒട്ടകത്തിന്റെ കാലിനോട് ചേർത്തൊരു സാധനം വെച്ചിട്ട് അതിമേൽ നിന്നിട്ട് ഈ വെള്ളം കയ്യിലെടുത്തിട്ട്
ആ താടിയും ആ തലയൊക്കെ ഒന്ന് വെള്ളം കൊണ്ട് തൊട്ടുരുമീറ്റ് ആ പൊടിയൊക്കെ ഒന്ന് നീക്കി സന്തോഷാക്കി കൊടുത്തു. അൽഹംദുലില്ലാഹ്. ആരാണിത്? ഈ താവയിലൂടെയാണ് സയ്യിദുൽ വജൂദ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. എന്താണ് ഈ ബഹുമാനം? എന്താണ് ഈ സ്നേഹം? ഈ കാണിച്ചതാണ് സഹോദരങ്ങളെ ബന്ധം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ളത്. അതാണ് ഉറപ്പിക്കാൻ പറഞ്ഞ മറുപടി. അത് നല്ല ബൃഹത്തായതാണ് കിട്ടിയത്. അതിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 13 മക്കൾ ജനിച്ചത്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. നല്ല ബന്ധങ്ങൾ. അല്ലാഹു പറയുന്നു വാതിദൽ ഖുർബ ഹഖഹു. ഖുർആൻ പണ്ഡിതന്മാർ ചോദിച്ചു, എന്താണ് ഈ ഹക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമ്പത്ത് മാത്രമാണോ? അല്ല, സമ്പത്ത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ സമ്പത്ത് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാണ് കൊടുക്കാനാണല്ലോ പറഞ്ഞത്. കൊടുക്ക എന്നുള്ള വിഷയത്തിൽ പരിഗണിക്കുന്നതല്ലേ സമ്പത്ത്. സമ്പത്ത് മാത്രമല്ല, കുടുംബ ബന്ധം ചേർക്കാനാണ് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നത്. കുടുംബ ബന്ധം പുലർത്തണം. മാതാപിതാക്കളോടുള്ള ബന്ധം പഠിപ്പിച്ച ശേഷം പിന്നെ കുടുംബക്കാരുമായുള്ള ബന്ധങ്ങളാ പഠിപ്പിക്കുന്നത്. ആ കുടുംബക്കാരെ നന്നായി കണ്ടറിയണം. അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ഉപദേശങ്ങളൊക്കെ കൊടുക്കണം. അവരോട് സഹകരിക്കേണ്ട എല്ലാ ഘട്ടങ്ങളിലും സഹകരിക്കാനുള്ള കടപ്പാട് വേണം, ബന്ധം വേണം. ആ കുടുംബക്കാരിൽ അടുത്ത ബന്ധുക്കളിൽ രോഗികളുണ്ടെങ്കിൽ ആ രോഗികളുടെ ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. ആ രോഗികൾക്ക് കൊടുക്കേണ്ട എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടതാണ്. അതേ കൂട്ടത്തിൽ തന്നെ ആ രോഗികളുടെ ചെലവ്, ആ രോഗികളുടെ ആവശ്യങ്ങൾ, ആ രോഗികളുടെ ഒത്താശകൾ, അവർക്ക് കൂടെ പോയി കൊടുക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും വിഷയങ്ങളിൽ കുറവുണ്ടോ ആ കുറവും പരിഹരിക്കേണ്ടതുണ്ട്. ഇവിടെ ഇമാമിയങ്ങൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. കുടുംബക്കാരെ ചെലവും കൂടി ഒരാൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ? മാതാപിതാക്കളെ ചെലവ് മാത്രമല്ലേ കൊടുക്കേണ്ടത്? അടുത്ത കുടുംബക്കാരെ ചെലവും കൂടി ഏറ്റെടുക്കേണ്ടതുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് പഠിക്കുന്നത് മനസ്സിലാകുന്നത് മാതാപിതാക്കളെ ചെലവ് മാത്രമല്ല കുടുംബക്കാരെ ചെലവും കൊടുക്കേണ്ടതുണ്ട്. ഏതാണ് ഈ കുടുംബം? വഹുമുൽ മഹാരിമു, വിവാഹബന്ധം നിഷിദ്ധമായ അടുത്ത കുടുംബങ്ങളില്ലേ, അവരെ ചെലവും കൊടുക്കേണ്ടതുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അങ്ങനെയാണ്. ആ തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ, അല്ലെങ്കിലോ സ്വന്തം സഹോദരിമാരുടെ മക്കൾ അവര് സാധുക്കളാണോ? ജ്യേഷ്ഠാനുജന്മാര് സാധുക്കളാണോ? എളാപ്പ മൂത്താപ്പമാര് സാധുക്കളാണോ? അമ്മായിമാര് സാധുക്കളാണോ? അവർക്കും സഹകരണം കൊടുക്കേണ്ടതുണ്ട്, അവർക്കും നന്മ ചെയ്യേണ്ടതുണ്ട്. ഇദാ കാനൂ ഫുഖറാ, അവര് പാവങ്ങളാണെങ്കിൽ ദരിദ്രരാണെങ്കിൽ, സവാഉൻ കാനൂ മുസ്ലിമീന ഔ കാഫിരീൻ, ആ ബന്ധുക്കൾ മുസ്ലിങ്ങളാകട്ടെ അല്ലാത്തവരാകട്ടെ. ബന്ധം എന്ന അർത്ഥത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് ഹദിയ വന്നൊരു പട്ടുവസ്ത്രം. ആ പട്ടുവസ്ത്രം തങ്ങൾക്ക് ധരിക്കാൻ പറ്റൂലല്ലോ, നമുക്കും ധരിക്കാൻ പറ്റൂലല്ലോ പട്ടുവസ്ത്രം. ഈ പട്ടുവസ്ത്രം ഒരാളോട് പറഞ്ഞു ഇത് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കൊടുത്തേക്കണം. ഉമർ റളിയല്ലാഹുവിനോട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിനെ തുറന്നു നോക്കുമ്പോൾ ഇത് പട്ടുവസ്ത്രമാണല്ലോ, തങ്ങൾക്ക് പറ്റാത്തതിന് എങ്ങോട്ട് കൊടുത്തേച്ച്? തങ്ങൾക്ക് ധരിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എനിക്ക് ധരിക്കാൻ പറ്റുമോ? ഉമർ റളിയല്ലാഹുവിന് നേരെ വന്നു, അല്ല തങ്ങൾക്ക് ഏതായാലും പട്ട് പറ്റൂല, എനിക്കും പറ്റൂല, പിന്നെന്തിനാ പട്ട് എനിക്ക് കൊടുത്തയച്ചത്? അത് ധരിക്കാനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടല്ലേ, അത് വിറ്റാല് നല്ല വില കിട്ടും. അത് വിറ്റാൽ നിങ്ങൾക്ക് നല്ല വില കിട്ടുമല്ലോ, അത് ഉപയോഗപ്പെടുത്താലോ, വിൽക്കാൻ പറ്റുമല്ലോ, ധരിക്കാൻ പറ്റും, ധരിച്ചോട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു അത് വിറ്റു, അതിന്റെ കാശ് ഉപയോഗപ്പെടുത്തി. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു. അവർക്കും വലിയ സഹായം ചെയ്തിരുന്ന ആളാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ കണ്ടില്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ കാലഘട്ടത്തിലെ കുടുംബത്തിലെ ബന്ധുക്കളിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു. പക്ഷെ കുടുംബം എന്ന നിലക്ക് അവരെയും പരിഗണിച്ചിട്ടുണ്ട്, അവർക്കും ഒത്താശ ചെയ്തിട്ടുണ്ട്. ഏതർത്ഥത്തിലാണത്? കുടുംബം എന്ന നിലക്കാണ്. കുടുംബം എന്ന നിലക്ക് ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം നൽകുന്നത്.
അവർക്ക് കൊടുക്കേണ്ട ഹക്ക്. അവർ ദരിദ്രനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ സാമ്പത്തികമായ സ്രോതസ് തന്നാൽ എന്താണത് ചെയ്യേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട റോളാണ് കുടുംബം. അവരെ പരിഗണിക്കണം. ഭാര്യയുടെ കയ്യിൽ നല്ല സ്വത്തുണ്ടെങ്കിൽ ഭർത്താവിന് കൊടുക്കണം. കുടുംബബന്ധം പുലർത്തിയ നല്ല കൂലി കിട്ടും. അതുപോലെ തന്നെ ഭർത്താവിന്റെ കയ്യിൽ സ്വത്തുണ്ടെങ്കിൽ ഭാര്യക്ക് കൊടുക്കണം, ഭാര്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഭാര്യന്റെ കയ്യിൽ സ്വത്തൊന്നുമില്ല, ഭാര്യനെ ഭർത്താവതാ ഹജ്ജിന് കൊണ്ടുപോയി, ഉംറക്ക് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, കുടുംബബന്ധം പുലർത്തി എന്ന് മാത്രമല്ല വലിയ കൂലിയാണ് അല്ലാഹു നൽകുന്നത്. 2 കൂലിയാണ് ആ കണക്കിനൊക്കെ കിട്ടുന്നത്. കുടുംബക്കാർക്ക് കൊടുത്താൽ എങ്ങനെയാ സ്വതക്കക്ക് 2 കൂലിയാണ്. കുടുംബക്കാർ കൊടുക്കുന്ന സ്വതക്കയും പുറത്തു കൊടുക്കുന്ന സ്വതക്കയും വ്യത്യാസമുണ്ട്. കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ അകത്തുള്ളവരാണ്, പുറത്തുള്ളവരല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാല് പിന്നെ നീ സ്വതക്ക കൊടുക്കാൻ ആരംഭിക്കേണ്ടത് നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, കുടുംബത്തിന് നിന്റെ മക്കളും മറ്റും, അവർക്ക് നീ കൊടുത്തോളൂ. ഭാര്യയും നിന്നെ ആശ്രയിച്ചല്ലേ കഴിയുന്നത്. ഭാര്യക്ക് സ്വതക്ക കൊടുക്കുക, അതെ ഭാര്യക്ക് സ്വതക്ക കൊടുക്കാം, അങ്ങനെ പരിപാടി ഉണ്ടോ? മക്കൾക്ക് സ്വതക്ക കൊടുക്കാൻ പരിപാടി ഉണ്ടോ? മക്കൾക്ക് സ്വതക്ക കൊടുക്കാം, അതിന് വലിയ പുണ്യമാണ്. നിങ്ങൾ കണ്ടില്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെടുത്ത് കുടുംബക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബി റളിയല്ലാഹു അൻഹ പോയിട്ട് ഭർത്താവിനോട് പറഞ്ഞു, എന്റെ കയ്യിൽ കുറച്ച് സ്വത്തൊക്കെ ഉണ്ട്, ഇന്നത്തെ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാർക്ക് കൊടുക്കാൻ പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ, തരാനുള്ളത് നിങ്ങൾക്ക് അങ്ങോട്ട് തന്നാൽ മതിയാവെങ്കിൽ നിങ്ങൾക്ക് തന്നാൽ മതിയല്ലോ, പക്ഷെ നിങ്ങളൊന്ന് പോയി ചോദിക്കുമെന്ന് ചോദിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞാൻ ചോദിക്കൂല, നിങ്ങൾ പോയി ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. മഹാനവർകൾ കിട്ടും, എനിക്ക് കിട്ടുന്ന ആൾക്കാരെ ഞാൻ ചോദിക്കും, നിങ്ങൾ പോയി ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. സൈനബി റളിയല്ലാഹു അൻഹ ചോദിക്കാൻ വേണ്ടി പോയി നോക്കുമ്പോ ആ പരിസരത്ത് തന്നെ വേറൊരു പെണ്ണ് വന്നിട്ടുണ്ട്. അപ്പൊ ആ മഹദിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ഇങ്ങനെ കുടുംബക്കാർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഭർത്താവിന് കൊടുക്കാൻ പറ്റൂല്ല എന്ന് ചോദിക്കാൻ വേണ്ടി വന്നത്. ആ എന്റെ ആവശ്യം അതന്നെ. അപ്പൊ നമ്മൾ രണ്ടാളും ഒരേ ആവശ്യത്തിലാ വന്നത്, പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഒന്ന് അകത്തേക്ക് നമ്മൾ വിഷയം പറഞ്ഞേക്കാൻ ആരും കാണുന്നില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോ പുറത്ത് 2 ആൾക്കാരുണ്ടല്ലോ, ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, എന്താ ആവശ്യം? നിങ്ങൾ ഇങ്ങോട്ട് വരി, സ്വകാര്യമായിട്ട് പറയട്ടെ, നിങ്ങൾ പരസ്യമായി പറയരുത്, തങ്ങളോട് സ്വകാര്യമായി ചോദിച്ചാൽ മതി. ഇന്നലെ ക്ലാസ്സിൽ സ്വതക്ക കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഭർത്താക്കന്മാർക്കും കൊടുത്താലോ മതിയൊന്നുള്ളത് ചോദിക്കണം. ഞങ്ങൾ ആരാണ് നിങ്ങൾ പറയണ്ട. ഭർത്താക്കന്മാർക്കൊരു വിഷമം ഉണ്ടാകാതെ കേട്ടിട്ട് അവരങ്ങനെ പറഞ്ഞാണ്. ഭർത്താക്കന്മാർ സാധുക്കളാന്ന് മനസ്സിലാകുമല്ലോ. അത് പിന്നെ പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ എത്തിയേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. ആ പെണ്ണുങ്ങളെ ആവശ്യം 2 ആളെ ആവശ്യം ഒന്നാണ്. സ്വതക്ക കൊടുക്കാൻ തങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോ അത് സ്വന്തം ഭർത്താക്കന്മാർക്ക് തന്നെ കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കാനാ വന്നത്. അതാരാ 2 പെണ്ണുങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആരാന്ന് ചോദിച്ചാൽ പിന്നെ പറയണല്ലോ. ഒന്ന് ഇമ്രാത്തും മിനൽ അൻസാർ, എനിക്ക് പരിചയമില്ല, അൻസാറുകൾപ്പെട്ട ഒരു പെണ്ണാണ്. മറ്റൊന്ന് സൈനബ് ബീവിയാണെന്ന് പറഞ്ഞു. തങ്ങൾ ചോദിച്ചു, ഏത് സൈനബ്? കുറെ സൈനബ് ഉണ്ടല്ലോ ഈ നാട്ടില്. ഇമ്രാത്തു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ് ബീവിയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരോട് പറയണം, ലഹുമാ അജ്റാൻ, അവർക്ക് 2 കൂലിയുണ്ട്. ഒന്നല്ല, അജ്റുൽ ഖറാബ വ അജ്റുസ് സദഖ, കുടുംബ ബന്ധം പുലർത്തിയൊരു കൂലിയുണ്ട്, സ്വതക്ക കൊടുത്തൊരു കൂലിയുമുണ്ട്. സഹോദരങ്ങളെ, കൊടുക്കാൻ ഏറ്റവും നല്ലത് കുടുംബക്കാർക്കാണെന്ന് പറയാൻ കാരണം അതിന് ഇരട്ട പ്രതിഫലമാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഒന്നേ ഉള്ളൂ, സ്വതക്ക കൊടുക്കുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആദ്യമായി കിട്ടിയ 1000 ദിർഹം, 1000 ദിർഹവുമായി ഉമ്മാനെ കാണാൻ വന്നപ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഒരൊറ്റ കാശും എനിക്ക് വേണ്ട, നിന്നെ ഇൽമു പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്, ശരിയാണ്, ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്തിട്ടുണ്ടൊക്കെ ശരിയാണ്, പക്ഷേ നിന്റെ കയ്യിലുള്ള ഇപ്പോഴുള്ള കാശുണ്ടല്ലോ, നമ്മളെ കുടുംബത്തിലെ പാവങ്ങളുണ്ട് ഈ മക്കയുടെ പല ഭാഗത്തും, അവർക്ക് കൊടുത്തു വന്നോ, ഒന്നും എനിക്ക് വേണ്ട. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ഉമ്മാന്റെ നിർദ്ദേശം അനുസരിച്ച് സമ്പത്ത് മുഴുവനും കുടുംബക്കാർക്ക് കൊടുത്തു.
തീർത്ത ശേഷമാണ് വീട്ടിലേക്ക് കയറിയത്. ഓ സഹോദരങ്ങളെ, കുടുംബങ്ങൾക്ക് ധാരാളം കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമായി കല്യാണം നിശ്ചയിച്ചപ്പോ, ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ, നബിയെ വലീമത്ത് കൊടുക്കാൻ എനിക്കൊരു വകുപ്പുമില്ല. പാവമാണല്ലോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. തങ്ങളോട് ആ വിഷമം പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, അലി വിഷമിക്കണ്ട, ഞാനൊരു വാഹനം തരാം. മരുമകന് വാഹനം തരാം. നല്ല ഒരു വാഹനം കൊടുത്തു. ഈ വാഹനം ഉപയോഗിച്ച് പോയി നല്ല പുല്ലരിഞ്ഞ് വെട്ടിയിട്ട് അത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് സമ്പാദ്യം ഉണ്ടാക്കിക്കോ. സദ്യ കൊടുക്കണ്ടേ കല്യാണത്തിന്, സന്തോഷം അങ്ങനല്ലേ. പക്ഷെ എന്തെങ്കിലും വകുപ്പ് വേണ്ടേ? അലി റളിയല്ലാഹു അൻഹു, എന്റെ കയ്യിലൊന്നുമില്ല നബി, ഞാനൊരു വാഹനം തരാം. അന്ന് വാഹനം വാങ്ങാനുള്ള കാശൊന്നുമില്ല, തങ്ങളൊരു വാഹനം കൊടുത്തു. എന്താണ് ആ കൊടുതി? അവിടെ ചില ആൾക്കാർ പറയും, പുതിയ ആപ്പിൾക്ക് വാഹനം കൊടുക്കാൻ പാടില്ല, അന്നത് കുറച്ച് ഏറെയല്ലേ. എന്തേറെ പുതിയ ആപ്പിളെ കൊടുത്ത അടുത്ത ബന്ധുവായി മാറിയില്ലേ? നമ്മളെ പെണ്ണുമായിട്ടല്ലേ, മകളുമായിട്ടല്ലേ യാത്ര ചെയ്യാനുള്ളത്. അത് രണ്ടും നമ്മളെ കുടുംബത്തിൽ ചേർന്ന് വന്നില്ലേ? കഴിവുള്ളവർ കൊടുക്കണം, കഴിവില്ലാത്തവർ അതിനനുസരിച്ചുള്ള സന്തോഷങ്ങൾ പറയണം. അങ്ങനല്ലേ? അലി റളിയല്ലാഹു അൻഹു വാഹനം കൊടുത്തു. ആ വാഹനമായിട്ട് അലി റളിയല്ലാഹു അൻഹു പോയി ഒരു ഭാഗത്ത് നിർത്തി. 2 കൂലിക്കാരെയും കൊണ്ടുപോയി പുല്ല് വെട്ടി കെട്ടാക്കി മദീനയിൽ കൊണ്ടുവന്ന് വിൽക്കും മാർക്കറ്റിൽ. ആ പുല്ല് ആരെല്ലാം വാങ്ങിക്കൊണ്ട് വീട് മേയാനുള്ളവർ, അന്നങ്ങനെയാണല്ലോ, വീട് മേയാൻ. അതുപോലെ തന്നെ ചെറിയ ചെറിയ പന്തലുകൾ വീടിന്റെ പരിസരത്തുണ്ടാകാൻ. അതുപോലെ തന്നെ ചില ആളുകൾക്ക് പിന്നെ ഈ കൊല്ലപ്പണി ഉണ്ടാകും, ഒലോക്ക് തിരിക്കാൻ, അതിന് കത്തിക്കാൻ ഈ പുല്ല് നല്ലോണം കത്തും ഉഷാറായിട്ട്. അതിന് ഇങ്ങനെ കുറെ സംഗതികൾക്ക് ഉപയോഗിക്കുക. പുല്ല് നീണ്ട പുല്ലാണ്. അങ്ങനെ ആ പുല്ല് വെട്ടാൻ വേണ്ടി കുന്നിന്റെ മേലെ പോയി തിരിച്ചു വരുമ്പോ കാണുന്ന രംഗെന്താണെന്നറിയോ? കഥ പറയല്ലേ, ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞ അരിഞ്ഞെടുച്ച് ഒട്ടകണ്ട ഒരു ഭാഗത്ത് ഇങ്ങനെ പണി പോയി ജീവൻ പോയി കിടക്കുന്ന അലി റളിയല്ലാഹു അൻഹു കണ്ടപാടെ കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. കല്യാണത്തിന് ഒരു സദ്യ ഉണ്ടാക്കാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന വാഹനാണല്ലോ കിടക്കുന്നത്. ആരാണ് ഈ പണി ചെയ്തത്? അലി റളിയല്ലാഹു അൻഹു പരിസരത്ത് അന്വേഷിച്ച് നോക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു, ആരുമല്ല ചെയ്തത്, നിങ്ങളെ ഉപ്പാന്റെ സഹോദരനാണ്. ആര്? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു. അന്ന് മദ്യം നിരോധിക്കപ്പെടാത്ത കാലാണ്. അപ്പൊ നല്ലോണം കുടിച്ചു വന്നപ്പോ ഹംസ റളിയല്ലാഹുവിനോട് ഒരാൾ പറഞ്ഞു, അലായ ഹംസു ലിശ്റുഫിൻ നവാഇ. ഓ ഹംസോ, ഇവിടെ കണ്ടില്ല നല്ല പൂഞ്ഞ ഉയർന്ന ഒട്ടകം നിൽക്കുന്നു, പിടിച്ചോളി അർത്ഥോളി എന്നുള്ളൂ. അവർക്ക് പിന്നെ അങ്ങനല്ലേ, ആർദാന്ന് അന്വേഷിക്കാൻ കുടിച്ചു വന്നതല്ലേ, അന്ന് മദ്യം നിരോധിക്കപ്പെട്ടില്ല. അങ്ങനെ ഇതിനെ അർത്ഥം അത് ഉള്ളിൽ പോയി നോക്കുമ്പോ അത് വേവിച്ച് അങ്ങനെ റെഡിയാക്കി തിന്നുകയാണ്. സങ്കടം സഹിക്കാനായിട്ട് അലി റളിയല്ലാഹുവിന് പോയി പറഞ്ഞു, നബി എന്റെ വാഹനം എങ്ങനെ ആയിപ്പോയി, ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആളുകളും ഇതിൽ സംസാരിക്കാൻ വേണ്ടി ഹംസ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോ അപ്പോഴവരെ മസ്ത് മാറിയിട്ടില്ല. അവരിങ്ങനെ നോക്കിയിട്ട് എന്താന്ന് ചോദിച്ചു. മസ്താവിന് അങ്ങനല്ലേ, എന്താന്ന് ചോദിച്ചു, നിങ്ങളാ വാഹനത്തെ എങ്ങനെ ആക്കിയത്? നിങ്ങളെ പണിക്ക് പോയിക്കോടി. ഹൽ അന്തും ഇല്ല അബീദുല്ലി ആബായി. നിങ്ങളൊക്കെ എന്റെ വാപ്പാന്റെ അടിമകളല്ലാതെ ആരാണ്? വാപ്പ എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിന്റെ അടിമകളല്ലേ നിങ്ങളോടൊക്കെ എന്ത് പറയാനാ, പോയിക്കോളി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇപ്പൊ ഒന്നും സംസാരിക്കണം. അപ്പൊ സംസാരിച്ച യേശൂല, മസ്ത് മാറിയിട്ടില്ല, പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. ആ അലി റളിയല്ലാഹുവിന് തങ്ങൾ രണ്ടാമതൊരു വാഹനം കൊടുത്തു. നമ്മൾ നോക്കണം, വീണ്ടും സമ്പാദ്യത്തിന് വേണ്ടി കുടുംബത്തിനാ കൊടുക്കുന്നത്. പള്ളിയിൽ നിറച്ചും ബഹ്റൈനിൽ നിന്ന് സ്വത്ത് വന്നപ്പോ, ഇന്നത്തെ ബഹ്റൈൻ തന്നെ സ്വത്ത്, ബൈത്തുൽ മാലിൽ നിന്ന് സ്വത്ത് വന്നപ്പോ ളുഹ്ർ നിസ്കാരത്തിന് കണ്ടമാന ആൾക്കാർ. നമ്മളെ പള്ളിയിൽ ഏതെങ്കിലും അറബി എന്ന ആളുണ്ടാവും, തെറ്റൊന്നുള്ളതല്ല. ആൾക്കാർ കിട്ടാനിട്ടല്ല, ആൾക്കാർ വരുന്നത് കൊടുക്കാനില്ലെങ്കിൽ ആൾക്കാർ വരുമോ? 1000 കൊടുക്കുന്ന അറബി പാൽക്കബറിൽ വന്നാൽ ആ പള്ളി ഫുള്ളേക്കാറുണ്ട്, മേലും തായൊക്കെ. അതൊരു കേടൊന്നുമല്ല, അങ്ങനെയാണ്. ആളുകൾ കിട്ടാനെടുത്ത ആൾക്കാർ വരും, മോശമൊന്നുമല്ലല്ലോ. എന്താ മോശം പേര്? ളുഹ്ർ നിസ്കാരത്തിന് പതിവിൽ കവിഞ്ഞ ജനം ദിക്റും ദുആയൊക്കെ കഴിഞ്ഞിട്ട് തങ്ങളിങ്ങനെ അവരെ മുഖത്ത് നോക്കിയിട്ടൊന്നും ഇങ്ങനെ ചിരിച്ചു, പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ വല്ലതും അറിഞ്ഞു വന്നതാണോ? അതെ, അറിഞ്ഞു വന്നാണ്, ഇവിടെ സ്വത്ത് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ തരും, എല്ലാവർക്കും തരും. സന്തോഷം പറഞ്ഞു, എല്ലാവർക്കും തരും. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കുറച്ച് അധികം വേണം. ഉപ്പാന്റെ സഹോദരനാണ് അബ്ബാസ്. തങ്ങൾ പറഞ്ഞു, എനിക്ക് അധികം വേണം.
അതെന്തേ അബ്ബാസെ അധികം ചോദിക്കുന്നത്? ഒന്നുമല്ല, ബദറിൽ വെച്ച് മോചന ദ്രവ്യം കൊടുത്തപ്പോ എന്റേത് സ്വന്തം മാത്രല്ല ഞാൻ കൊടുത്തത്, സഹോദരൻ അഖീലിൻ്റെത്, രണ്ടാളുടേത് ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്നല്ല ചെലവ്, നല്ലോണം ചെലവുണ്ട്. അതുകൊണ്ട് കുറെ കാശങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് ഏറെ തരണം, തരാം. അബ്ബാസ് എന്നവർ ഇഷ്ടം പോലെ സ്വത്ത് ചാക്കിലാക്കി എടുത്തു. പൊക്കിയിട്ട് പൊങ്ങുന്നില്ല. തങ്ങളോട് പറഞ്ഞു, ഇത് പൊക്കാൻ ഒരാളെ വിട്ടുതരണം. പൊക്കാനൊന്നും ആളെ വിട്ടുതരില്ല, നിങ്ങൾ എടുത്തോളി. അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറച്ച് വാരി എടുത്ത് പിന്നൊന്ന് പൊക്കി നോക്കി. എന്നിട്ട് പോന്നു, ഒരാളെ വിട്ടുതരും, ഒരാളെയും വിട്ടില്ല, നിങ്ങൾ എടുത്തോളി, നിങ്ങൾക്ക് പാകപ്പെട്ട് എടുത്തോളി. പിന്നെയും കുറച്ചുകൂടി ഒഴിവാക്കി. ആ ചാക്ക് അങ്ങനെ എടുത്ത് തോളിലിട്ടിട്ട് അങ്ങനെ പോകുമ്പോ ഈ നോട്ടങ്ങനെ നോക്കി നിന്നു ഹബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബക്കാർക്കാണ് കൊടുക്കണം, കഥ കേട്ടാ പോരാ. കുറച്ചങ്ങോട്ട് എളാപ്പ, കുറച്ച് ഏട്ടനഞ്ചിന് ഓലൊക്കെ വലുതായി പോയാൽ ഒരു നന്ദി ഉണ്ടാവില്ല. നമ്മളെ ഭാഷ അങ്ങനെ കൊടുത്താലേ നന്ദി ഉണ്ടാവില്ല. പിന്നെ ആര് കൊടുത്താലോ സഹോദരൻ, എന്ത് നന്ദിയാ പ്രതീക്ഷിക്കണ്? ദുന്യാവെന്ന് കുറെ കൊട്ടി ഘോഷിക്കലോ. അല്ല, നന്ദി വാചകം കിട്ടണം എന്നുണ്ടോ കൊടുക്കണേന്? ഇവിടുന്ന് ആരെങ്കിലും സ്തുതി പാടണമെന്നുണ്ടോ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ? അങ്ങനൊന്നുമില്ല. നമ്മൾ നല്ല നിയത്തോടെ കൊടുത്തത് അത് ആർക്ക് കൊടുത്താലും കിട്ടും. പക്ഷെ കുടുംബത്തിന് കൊടുത്താൽ ഇരട്ടി കിട്ടും. അതിനാണ് പുരുഷന്മാര് എല്ലാ വെള്ളിയാഴ്ചയും വരുന്ന, നിങ്ങളെടുത്ത നമ്മളെടുത്താണല്ലോ സമ്പത്തിന്റെ താക്കോല്. എല്ലാ വെള്ളിയാഴ്ചയും ഉപദേശിക്കുന്ന ഉപദേശത്തിൽ കണ്ടില്ലേ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി. മൂന്നാമത്തത് വഈതാഇൽ ഖുർബാ. അങ്ങനെ കേട്ട് ഇങ്ങനെ വിടാനല്ലത്. 3 ഉപദേശങ്ങളാണ്. അത് 3ഉം ജീവിതത്തിൽ മൊത്തമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ മൂന്നാമത്തതാണ് വഈതാഇൽ ഖുർബാ. കുടുംബക്കാർക്ക് കൊടുക്കണം, കുടുംബക്കാർക്ക് കൊടുക്കണം. ആവശ്യക്കാരായ കുടുംബക്കാരെ പരിഗണിക്കണം. കടബാധ്യതയുള്ളവരുണ്ടാകും, തൊലഞ്ഞു നിൽക്കുന്നവരുണ്ടാകും, രോഗികളായി കഷ്ടപ്പെടുന്നവരുണ്ടാകും. നമ്മളെ കയ്യിലുള്ളതൊരു പക്ഷേ കുടുംബക്കാരൻ അറിഞ്ഞോളണമെന്നില്ല. അല്ലാഹു തആലക്കറിയാമല്ലോ. അവർക്കങ്ങ് കൊടുത്താ നമുക്ക് കുറയോ? നമുക്ക് കുറയൂല. കണ്ടില്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, അൽ ബിർറു വസ്സിലതു, ഗുണം ചെയ്യുന്നതും കുടുംബബന്ധം പുലർത്തുന്നതും, യുതീലാനിൽ അഅ്മാർ, ദീർഘായുസ് നൽകുന്ന 2 കാര്യങ്ങളാണ്. ഗുണം ചെയ്യുക സമൂഹത്തിന് മൊത്തത്തിൽ, വസ്സിലതു കുടുംബബന്ധം പുലർത്തുക, ആയുസ് ദീർഘം കിട്ടും. വയുഅ്മിറാനിദ്ദിയാർ, നമ്മുടെ ഭവനങ്ങൾ നല്ല രൂപത്തിൽ പരിപാലിച്ചു പോകും. തട്ടുമുട്ടുണ്ടാകൂല, ഭക്ഷണത്തിന് കുറവുണ്ടാകൂല, രോഗം കൊണ്ട് കഷ്ടം വരൂല. നല്ല പരിപാലനമാണ്, നല്ല രൂപത്തിൽ പരിപാലിച്ചു പോകും. വയുക്സിറാനിൽ അംവാൽ, സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ്. കുടുംബബന്ധം പുലർത്തുമ്പോ അള്ളാഹു സമ്പത്ത് ധാരാളം തരും, വർധനവ് തരും. സഹോദരങ്ങളെ ഇഷ്ടം പോലെ തരും. വഇൻകാനൽ ഖൗമു ഫുജ്ജാറാ, നിങ്ങൾ ആ കുടുംബം സത്യത്തില് എല്ലാവരും A+ മാർക്ക് നേടിയ വിശ്വാസികളും കർമ്മനിഷ്ഠരുമല്ലെങ്കിലും അധർമ്മികൾ ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് ചേർത്തുന്ന ബന്ധത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ധാരാളം തരും. ഇഷ്ടം പോലെ സ്വത്ത് അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരും. വഇന്നൽ ബിർറ വസ്സില, ആ കുടുംബബന്ധം ചേർക്കലും ഗുണം ചെയ്യലും, ലയുഖഫിഫാനിൽ ഹിസാബ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വിചാരണക്ക് എളുപ്പം തരും. നല്ല വിഷയമാണ് കുടുംബബന്ധം പുലർത്തിയാൽ. ആഖിറത്തിൽ ഹിസാബ് നന്നായി കിട്ടും, എളുപ്പത്തിൽ വിചാരണ കിട്ടും. നിങ്ങൾ കണ്ടില്ലേ, ഉള്ളതിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കൊടുക്കാന്നുള്ളൊരു സ്വഭാവം കുടുംബക്കാർ കൊടുക്കുക. അതുകൊണ്ട് ബറക്കത്തും ഒക്കെ വർദ്ധിക്കുന്നല്ലേ പറഞ്ഞത്. കേട്ടോളൂ, ഒരൊറ്റ സംഭവം പറയാ. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ കൊടുക്കണം. പഴയ കാലത്തുള്ള ഉമ്മമാർക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഉമ്മ അതാർക്കാ? നിങ്ങൾ മാത്രമൊന്നുമല്ല, എനിക്ക് വേറെയും മോനുണ്ട് അറിയും. ഇതാർക്കാ? നിങ്ങൾ മാത്രമൊന്നല്ല പെൺകുട്ടികൾ, എനിക്ക് വേറെയും പെൺകുട്ടികളുണ്ട്. അതങ്ങനെ എടുത്തു വെച്ച ഓല് വരുമ്പം കൊടുത്തോളൂ, നിങ്ങൾക്ക് കഴിക്കണം, നിങ്ങളവിടെ ഒന്നോളി. എല്ലാവർക്കും ഒരു ഓഹരി എടുത്തു വെക്കുന്ന ഉമ്മമാരെ കണ്ടിട്ടില്ലേ? ഇത്ര ആയുസ് അള്ളവർക്ക് കൊടുത്തു. നമ്മളങ്ങനെ ചിന്തിക്കും, എന്താ ഇപ്പം ഉമ്മക്ക് ഇത്ര ആയുസ് ഉണ്ടാകാൻ കാരണം? അമ്മ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും കൊടുക്കും. ഉമ്മ വീട്ടിലേക്ക് മക്കളൊക്കെ വന്ന് 5-6 മക്കളും വന്നു. പിന്നെ നമ്മളെ വലിയ വന്നിട്ട് കൊണ്ടുവന്ന കുറച്ച് സാധനം ഉണ്ട് ഇവിടെ, നീയും കൊണ്ടേക്കോ. അടുത്ത ആഴ്ച മറ്റുള്ള ഓളും കൊണ്ടേക്കും. എല്ലാവർക്കും ഉമ്മാക്ക് എന്താണ്, ഉമ്മാക്ക് ഓരോ കൂട്ടത്തിന് കിട്ടിയൊരു പറക്കുന്ന ചെറിയ അത്രേ ഉള്ളൂ. എല്ലാവർക്കും അമ്മ കൊടുത്തു. കുറച്ച് നോക്കുമ്പോൾ ഉമ്മാനെടുത്തൊന്നുമില്ല. പക്ഷേ ഉമ്മാക്ക് അല്ലാഹു തആല നല്ല ആഫിയത്തും നല്ല ദീർഘായുസും നല്ല സിഹത്തും നല്ല സലാമത്തും.
അപ്പൊ ബാപ്പയും ചിന്തിക്കും ഉമ്മാക്ക് എങ്ങനെ എത്ര ദീർഘായുസ്, എന്റെ ഭാര്യയ്ക്ക് എങ്ങനെ എത്ര ദീർഘായുസ്, ഇത്ര ആഫിയത്ത്. ഇങ്ങനെ കൊടുത്തിട്ടാണ് ഇഷ്ടം പോലെ കൊടുക്കും, ഇഷ്ടം പോലെ കൊടുക്കുക, വരുന്നവർക്കൊക്കെ കുടുംബക്കാർക്കൊക്കെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന പതിവല്ലേ. ബീവി ഫാത്തിമ റളിയല്ലാഹുഅൻഹ നോക്ക് നിങ്ങൾ. ഫാത്തിമ ബീവി റളിയല്ലാഹുഅൻഹ എത്ര കഷ്ടപ്പാട് സഹിച്ചാണ് വിശുദ്ധ ഇസ്ലാമിലെ സുന്ദര ജീവിതം നയിച്ചത്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹുഅൻഹ ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ ഇങ്ങനെ താമസിച്ചപ്പോ വലിയ പ്രയാസം തോന്നി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭാര്യമാരെ വീട്ടിലൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി. ഫാത്തിമ ബീവിന്റെ വീട്ടിലും ഭക്ഷണമല്ല, എവിടുന്നെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടിയാൽ കൊണ്ടുകൊടുക്കായിരുന്നു എഴുതിയിട്ട്. പക്ഷെ ആരെ വീട്ടിലുമില്ല. 9 ഭാര്യമാരെ വീട്ടിൽ നോക്കിയിട്ട് ഒന്നുമില്ല. അവസാനം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ അടുത്ത് തന്നെ ചെന്നു. തങ്ങളും ഭക്ഷണം കഴിച്ചിട്ടില്ല. ചോദിച്ചു വല്ലതും ഉണ്ടോ, വലിയ വിശപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ വല്ലാഹി ബി അബി വഅൻത ഉമ്മി, ഇവിടെ ഒന്നുമില്ല നബിയെ, ഇവിടെ ഒന്നുമില്ല. ആ ഭാര്യമാരെ വീട്ടിലില്ലാത്ത പോലെ ഇവിടെ ഒന്നുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോ ഒരു അയൽവാസി പെണ്ണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് 2 പത്തിരിയും കുറച്ച് ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുത്തു. 2 പത്തിരി, കുറച്ച് ഇറച്ചി. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് സ്വീകരിച്ചു. അതൊരു വലിയ പാത്രത്തിൽ വെച്ചു. നമ്മൾ തളികാന്ന് പറയല്ല, ഒരു വലിയ പാത്രം, വലിയ പാത്രത്തിൽ, ചെറുതിലല്ല. ഫവളഅതുഹു ഫീ ജഫ്നത്തിൻ ലഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലെ വലിയൊരു പാത്രത്തിൽ വെച്ചു. എന്നിട്ട് മഹദി പറഞ്ഞു, വല്ലാഹി ലഊതിറന്ന ബിഹാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ നഫ്സി വമൻ ഇൻദി. ഈ സമ്പത്ത്, ഈ കാണുന്ന ഭക്ഷണം ഞാൻ ആദ്യം കൊടുക്കുന്നത് എന്റെ ശരീരത്തിനല്ല, എന്റെ മക്കൾക്കുമല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. തങ്ങളല്ലേ ഭക്ഷണം ഉണ്ടോ, വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് തങ്ങളല്ലേ ഇവിടുന്ന് പറഞ്ഞത്. സത്യത്തിൽ എന്താണ് കിട്ടിയത്? 2 പത്തിരിയും കുറച്ച് ഇറച്ചി കഷ്ണങ്ങളുമാണ്. അതാ മക്കളെ വിടുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമേ മക്കളോട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വരാൻ പറയൂ. ആ മക്കളും വിശപ്പനുഭവിക്കുന്നവരാണ്. അലി റളിയല്ലാഹു അൻഹു വിശപ്പിലാണ്. അവിടെ ഒരു അടിമ സ്ത്രീയുണ്ട്, അവരും വിശപ്പിലാണ്. അവർക്കൊക്കെ ഭക്ഷണം വേണം. തങ്ങൾ മടങ്ങി വന്നിട്ട് ചോദിച്ചു, ഫാത്തിമ വല്ലതും കിട്ടിയിട്ടുണ്ടോ? എന്നോട് വരാൻ പറഞ്ഞല്ലോ. അതേ നബിയേ, ഖദ് അതല്ലാഹു ബിശൈഇൻ, അല്ലാഹു ചെറിയൊരു ഭക്ഷണം തന്നിട്ടുണ്ട്. ഫഖബ്ബതുഹു ലക, ഞങ്ങൾ ഭക്ഷിക്കാതെ തങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷിച്ചിട്ടില്ല, ഞങ്ങൾ ആരും അത് തൊട്ടിട്ടില്ല, തങ്ങൾക്ക് വേണ്ടി ഞാനത് ഒളിപ്പിച്ചു വെച്ചതാണ്. എവിടെ, അതൊന്ന് കൊണ്ടുവരൂ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ആ തളികങ്ങ് കൊണ്ടുപോയി കൊടുത്തു. ഫകശഫത് അനിൽ ജഫ്നതി, മഹദി അതിന്റെ മൂടിയങ്ങ് മാറ്റിയപ്പോ ഫഇദാ ഹിയ മംലൂഅത്തുൻ ഖുബ്സൻ വലഹ്മാ, നേരത്തെ ഉള്ളത് 2 പത്തിരിയാണ്. ഇപ്പൊ നോക്കുമ്പോ തളിക നിറയെ പത്തിരികളാ, നിറയെ ഇറച്ചി കഷ്ണങ്ങളാ. സ്വന്തം വിശപ്പിലും തൊട്ടടുത്ത സ്വന്തം കുടുംബക്കാരെ പരിഗണിച്ചതിന് അല്ലാഹു ജല്ല ജലാലുഹു കൊടുക്കുന്ന വർധനമാണ്. കേട്ട് തള്ളരുത്. കുടുംബക്കാരുണ്ടോ? അവരെ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങളെ വീട്ടിലേക്ക് സ്പെഷ്യലായി കൊണ്ടുവന്ന വസ്തുക്കൾ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കൊടുത്തേക്കണേ. അല്ലാഹുവാണ് അധികം തരുന്നവൻ, കണക്കില്ലാതെ തരുന്നവനും അവനാണ്. ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പാത്രത്തിലേക്ക് അങ്ങ് നോക്കിയപ്പോ ബുഹിത്തത്ത് മഹദി പരിഭ്രമിച്ചു പോയി. കാരണം തങ്ങൾക്കുള്ള 2 പത്തിരിയും കുറച്ച് ഇറച്ചി കഷ്ണങ്ങളല്ലേ ഉണ്ടായിരുന്നതുള്ളൂ. ഇപ്പത് നിറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കണ്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് വല്ലാത്ത അത്ഭുതമാണ്. ഇതൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നായിട്ട്. മഹദി മനസ്സിലാക്കി, ഇത് അല്ലാഹുവിൽ നിന്ന് കിട്ടിയ പ്രത്യേക ബർക്കത്താണ്. ഇത് ചെറിയ മഹത്തല്ല, വലിയ ബർക്കത്താണ്, വലിയ പുണ്യമാണെന്ന് മനസ്സിലാക്കി. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ആദരണീയരായ സയ്യിദ് അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് എത്തുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
എല്ലാവരും ഇരിക്കുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ പാത്രം നിറഞ്ഞു കണ്ടപ്പോ ഫഹമിദത്തില്ലാഹ വസല്ലത്ത് അലാ നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആദ്യം ചെയ്തത്. അല്ലാഹുവിന് ഹംദ് പറഞ്ഞു, മുത്തുനബി തങ്ങൾക്കൊരു സ്വലാത്തും ചൊല്ലി. പാത്രം ഇങ്ങനെ നിറഞ്ഞ് കാണല്ലേ. 2 പത്തിരിയും ഒരു ചെറിയ ഇറച്ചി കഷ്ണം ഉണ്ടായിരുന്നത് ഇപ്പം നിറഞ്ഞ് കണ്ട സന്തോഷത്തിൽ ഒരു ഹംദും സ്വലാത്തും. അള്ളാഹു നൽകിയ ബറക്കത്തിന് ആദ്യമായിട്ടുള്ള ശുക്രത. എന്നിട്ട് വഖദ്ദമതുഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പാത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അങ്ങ് നീക്കിക്കൊടുത്തു. തങ്ങളത് കണ്ടപ്പോൾ പറഞ്ഞു, മിൻ ഐന ലക്കി ഹാദാ യാ ബുനയ്യ, മോളെ ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി, പണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ, ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹുവിൽ നിന്ന് കിട്ടിയ ഭക്ഷണമാണ്. എന്റെ അയൽവാസി പെണ്ണ് എനിക്ക് കൊണ്ടുതന്നത് 2 പത്തിരിയും കുറച്ച് ഇറച്ചി കഷ്ണമാണ്. പക്ഷേ തങ്ങളെ ഇപ്പൊ ഈ തളിക മൊത്തം നിറഞ്ഞ പത്തിരികളാണ്, ഇറച്ചി കഷ്ണങ്ങൾ ധാരാളമാണ്. അത് കേട്ടപ്പോ ഫഹമിദല്ലാഹ, തങ്ങളും അല്ലാഹുവിനെ സ്തുതിച്ചു. തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅലകി യാ ബുനയ്യ ശബീഹതൻ ബിസയ്യിദത്തി നിസാഇ ബനി ഇസ്രായീൽ. ഓ മോളെ, ബനു ഇസ്രായീലിലെ നേതാവായ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് നിന്നെ തുല്യപ്പെടുത്തിയ അല്ലാഹുവിന് സർവസ്തുതിയും. ഫഇന്നഹാ കാനത് ഇദാ റസഖഹല്ലാഹു ശൈആ, മറിയം ബീവിക്ക് വല്ലതും കിട്ടിയിട്ട് എവിടുന്നാന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഇതേ മറുപടിയാണല്ലോ മോളെ നീയും പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിലേക്ക് ആളെ പറഞ്ഞയച്ചു. അലി റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. മഹാനവർകളും വന്നു. തങ്ങൾ ഭക്ഷിച്ചു, അലി റളിയല്ലാഹു അൻഹു ഭക്ഷിച്ചു, ആ വീട്ടുകാര് ഭക്ഷിച്ചു. വജമീഉ അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് മൊത്തം ഭക്ഷിച്ചു. വഅഹ്ലു ബൈതിഹി ജമീഅ, കുടുംബക്കാര് മൊത്തം ഭക്ഷിച്ചു. എല്ലാവരും പാകത്തോടെ ഭക്ഷിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വബഖിയത്തിൽ ജഫനതു കമാ ഹിയ, പാത്രത്തിലുള്ള ഭക്ഷണം അങ്ങനെ തന്നെയുണ്ട്. ബാക്കി എന്ത് ചെയ്തു? എടുത്തു വെച്ചോ? ഇല്ല. ഫൗസഅതി ബിബഖിയതിഹാ അലാ ജമീൽ ജിറാൻ, മുഴുവൻ അയൽവാസികൾക്കും ആ ഭക്ഷണത്തിൽ നിന്ന് വീതം വെച്ചു കൊടുത്തു. വജഅലല്ലാഹു ഫീഹാ ബറകതൻ വഖൈറൻ കസീറാ. ഹാഫിദ് ഇബ്നു കസീർ കൊണ്ടുവന്നത് കാണാം അവിടുത്തെ തഫ്സീറിൽ. സഹോദരങ്ങളെ, എത്ര വലിയ ബറക്കത്താണ് അല്ലാഹു തആല കൊടുത്തത്. കുടുംബത്തെ പരിഗണിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ ഭാര്യമാരെയും ഭക്ഷണം കൊണ്ട് പരിഗണിച്ചപ്പോ തങ്ങൾക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ടൊന്ന് ഒളിപ്പിച്ചു വെച്ചില്ലേ? മക്കൾക്ക് പോലും കൊടുക്കാതെ, സ്വന്തത്തിന് പോലും കൊടുക്കാതെ, ഈ ഒരു പരിഗണന കുടുംബത്തോട് നമ്മളെ സ്വന്തത്തെക്കാൾ പരിഗണന നൽകിയാൽ ധാരാളം സ്വത്ത് അല്ലാഹു തരും, ഒരു തർക്കവുമില്ല. കുടുംബക്കാരെ നന്നായി സേവിക്കണം. ദീർഘായുസ്സും ആഫിയത്തിനൊക്കെ പ്രധാനപ്പെട്ട മരുന്ന് അതാണ്. പിശുക്ക് ആലവരിൽ നിന്ന് മാറ്റിവെക്കണം. കുറയുമെന്ന ശൈത്താനിന്റെ ചിന്തയും മാറ്റിവെക്കണം. തരുന്നത് അല്ലാഹുവാണ്. ഇതുവരെ തന്നതും അല്ലാഹു തആല തന്നെയാണ്. വൽ മിസ്കീൻ, പിന്നെ സമൂഹത്തിൽ പരിഗണിക്കേണ്ട ഉത്തമ വിഭാഗം, ധാരാളം നിറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം, യതീമുകളെക്കാൾ അധികമുള്ള വിഭാഗം മിസ്കീനാണ്. ആരാ മിസ്കീന്? ലൈസൽ മിസ്കീനു അല്ലദീ തർദുഹുൽ ലുഖ്മതു വൽ ലുഖ്മതാനി വത്തംറതു വത്തംറതാൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ 1-2 രൂപ കൊടുത്താല്, ഒരു 10 രൂപ കൊടുത്താല് തിരിച്ചു പോകുന്ന ആളല്ല. യഥാർത്ഥ മിസ്കീന് എന്നുമുള്ള നിത്യജീവിതത്തിന് മുഴുവനായും ഒരു വകുപ്പെത്തിച്ചിട്ടില്ല, ഉള്ളത് കൊണ്ടങ്ങ് ഒപ്പിച്ച് നീങ്ങുന്നവനാണ്. അതുകൊണ്ട് അയാൾക്ക് അൽഹംദുലില്ലാഹ് റാഹത്താകുന്നുണ്ട്. പക്ഷേ അത് പോരയാളെ കുടുംബത്തിന്. എന്നാലും അല്ലാഹനെ സ്തുതിച്ച് അതുകൊണ്ട് മതിയാക്കി ധാരാളം ഒന്ന് കരുതി മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അവരെ
പറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല അടയാളങ്ങളായിരിക്കും അവരുടെ വസ്ത്രങ്ങളും ചെരുപ്പും മറ്റുമൊക്കെ. പക്ഷേ ലാ യസ്അലൂനന്നാസ ഇൽഹാഫ, പരമസാധുക്കളാണ്, ജനങ്ങളോടൊരാവശ്യവും അവർ പറയൂല. പക്ഷേ അവരെ ഉള്ളു നീറിപ്പുകയാണ്. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, പഠനവും രോഗവും മറ്റുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ മിസ്കീന്മാരെ കണ്ടറിഞ്ഞ് സഹായിക്കണം, കൊടുക്കണം. വബ്നസ്സബീൽ, യാത്രക്കാർക്കും നന്നായി നൽകണം. ഇവിടെ നിന്ന് വിദേശത്ത് പോകാൻ ഒരു ചെറുപ്പക്കാരൻ ഉദ്ദേശിക്കുന്നു, വിസയും റെഡിയാണ്, പക്ഷേ അവന് കാശ് വെക്കുന്നില്ല. 2-3 ആളുകൾ കൂടിയിട്ട് അയാളെ നല്ലൊരു ജോലിക്ക് അയച്ചാ യാത്രക്കാരനോട് ചെയ്യുന്ന വലിയൊരു കടപ്പാടാണ്. നമ്മളെ മുന്നിൽ യാത്രക്കാരൻ വന്നുപെട്ടു, എന്തേന്ന് ചോദിച്ചു. ഭക്ഷണം കഴിക്കാനൊക്കെ കാശുണ്ടായിരുന്നു, പക്ഷേ കാശൊക്കെ ആരോ പോക്കറ്റ് അടിച്ചു പോയി. ഞാനിപ്പോ ഫക്കീറാണ്, അയാൾക്ക് നീ ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തോ, അയാളെ നാട്ടിലേക്കൊരു ടിക്കറ്റ് എടുത്തു കൊടുത്തോ. വലിയൊരു ബന്ധമാണ്, വലിയൊരു സഹായമാണ്. പ്രവാസ ലോകത്ത് പോയാൽ നമുക്കത് അനുഭവിക്കാൻ കഴിയും. നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ എന്തെല്ലാം കൊടുക്കും. എൻ്റെ വകതാ ഇത് കൊണ്ടേക്കോളി, എൻ്റെ വക ഇതും കൊണ്ടേക്കോളി, ഇത് ഞാൻ കഴിഞ്ഞ മാസം വാങ്ങി വെച്ചതാണ്, എനിക്ക് ടിക്കറ്റ് ഇതുവരെ കിട്ടിയില്ല, ഇനി അടുത്ത മാസം വേറെ വാങ്ങാം, അത് കൊണ്ടേക്കോളി. അങ്ങനെ അവർക്ക് വാങ്ങിയതൊക്കെ പലതും കൊടുത്ത് പെട്ടി നിറഞ്ഞുപോയി. തൂക്കി നോക്കുമ്പോൾ കിലോ നോക്കുമ്പോൾ 40-ൽ പിന്നെ കുറെ ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ കൊടുക്കുന്നൊരു സഹകരണല്ലേ, ഒരു സ്നേഹം, അത് നല്ലൊരു ബന്ധമാണ്. കാരണം ആ യാത്രക്കാരന്റെ ദുആക്ക് അല്ലാഹു വലിയ ഇജാബത്ത് നൽകും, ഈ മിസ്കീന്റെ ദുആക്ക് അല്ലാഹു വലിയ ഇജാബത്ത് നൽകും, കുടുംബ ബന്ധത്തിലൂടെ അല്ലാഹു തആല വലിയ ഖൈർ നൽകും. ഇരിക്കട്ടെ, എൻ്റെ ബാക്കി പാർട്ട് ഇനിയും പറയാണ്ട് ഇൻഷാ അല്ലാഹ് നാളത്തേക്ക് നീക്കി വെക്കുന്നു. സയ്യിദ് അവറുകൾ എത്തിയത് കൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് അറിയിച്ച, നമ്മളോട് പ്രത്യേകം പറഞ്ഞ, ഓരോ ദിവസവും എഴുതി അറിയിക്കുന്ന ആളുകൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചെറുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നമ്മുടെ ഈ സദസ്സ് എല്ലാ അർത്ഥത്തിലും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.